Greetings to you all in the wonderful name of Jesus. Hallelujah. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ അതിമാധുര്യമേറിയ നാമത്തിൽ എൻ്റെ വന്ദനങ്ങൾ. Such a beautiful time of worship to honor the Lord through our praises, to be lifted in His presence. എത്ര മനോഹരമായ ഒരു ആരാധനയുടെ സമയമായിരുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ നമ്മുടെ സ്തുതികളാലും ആരാധനകളാലും ഉയർത്തുവാൻ കഴിയുന്ന ഒരു സന്ദർഭം. It's so awesome to give Him praise and to feel His presence touch us. I mean, such an experience. കർത്താവിന് സ്തുതി കൊടുക്കുന്നതും അവന്റെ സാന്നിധ്യം കൊണ്ട് നിറയുന്നതും എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണ്. But let me ask you one question. We sang one song during the worship. I don't know how many of you noticed. The reason I live is to worship you. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. നമ്മൾ പാടിയ പാട്ടിനിടയ്ക്ക് ഒരു പാട്ട് ഇങ്ങനെ പാടി, ഞാൻ ജീവിക്കുന്നത് ദൈവത്തെ ആരാധിപ്പാനാണ്. The reason I live is to worship you. ഞാൻ ജീവിക്കുന്നത് തന്നെ കർത്താവിനെ ആരാധിക്കുവാനാണ്. I repeat again, the reason I live is to worship you. Is that true? ഞാൻ ആവർത്തിക്കുകയാണ്, ഞാൻ ജീവിക്കുന്നത് കർത്താവിനെ ആരാധിക്കുവാനാണ്. ശരിയാണോ? My question to you is that true? I mean, please. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അത് തന്നെയാണോ നിങ്ങളുടെ ജീവിതത്തിലും ശരിയായത്? Which means we have no other priority in life, is it? എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്നത്? You know, very clearly when we come in submission into the presence of God and we tell Him in worship, Father God, the reason I live is to worship you, it better be the truth. Hallelujah. നാം കർത്താവിന്റെ സന്നിധിയിൽ വന്ന് കർത്താവേ ഞാൻ ജീവിക്കുന്നത് തന്നെ ആരാധിപ്പാനാണെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്ന് പരമാർത്ഥ ഹൃദയത്തോടെ വരുന്ന വാക്കുകളാണ്. You look at in your Bible into the book of Job chapter 22 and look at verse number 25. നമ്മൾ ദൈവവചനത്തിലേക്ക് തിരിയുമ്പോൾ യോബിന്റെ പുസ്തകം 22:25 it says like this, the Almighty should be your silver and your gold. Hallelujah. അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളി വാളവും ആയിരിക്കും. The Almighty should be your gold and your precious silver. Brother, sister, is God more than Joy Alucas stock in Cochin? അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും വെള്ളിയും ആയിരിക്കും. I mean, is God more than all the jewelry that you find out there? ഈ ദേശത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന എല്ലാ ജുവല്ലറികളെക്കാളും വലിയവനല്ലേ കർത്താവ്? Brothers and sisters, if you just sang that words of that song, you know, while singing that I felt a little guilty. The reason I live to worship you, I mean, is only to worship you. I felt it was not right what I'm saying. നമ്മൾ ഞാൻ ജീവിക്കുന്ന തന്നെ ആരാധിക്കാനാണെന്ന് പാടുമ്പോൾ എൻ്റെ അകത്തൊരു കുറ്റബോധം തോന്നി. കർത്താവ് അത് 100% ശരിയാണോ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. Frankly, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ it is not true. നമ്മൾ വാസ്തവമായി നമ്മളെ ഒന്ന് പരിശോധിച്ചാൽ അത് സത്യമല്ല എന്ന് മനസ്സിലാകും. ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് we are all gathered here itself is not just to worship Him. We have so many problems in life. ഇന്ന് രാത്രി ഒരുപക്ഷെ നമ്മൾ ഇവിടെ ഉപവാസ പ്രാർത്ഥനയിൽ കൂടി വരുമ്പോൾ വെറുതെ ആരാധിച്ചു പോകാനല്ല, ഒത്തിരി കാരണങ്ങൾ ഈ കൂടിവരവിന്റെ പുറകിൽ നമുക്ക് വ്യക്തിപരമായി പറയാനുണ്ടാകും. So the song should be like this, the reason I worship you is to get something, Lord. കർത്താവേ, അതുകൊണ്ട് ഈ പാട്ട് ഇങ്ങനെ ആയിരിക്കണം. പപ്പാ, ഞാൻ അങ്ങ് ജീവിക്കുന്നതും അങ്ങ് ആരാധിക്കുന്നതും ചിലതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. And because I worship you, let me live, Lord. അങ്ങ് ആരാധിക്കുന്നത് കൊണ്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കണം. Please bless me, take care of my problems. That's why I'm worshiping. എൻ്റെ പ്രശ്നങ്ങളെ ഒന്ന് നോക്കിക്കൊള്ളണം, അതുകൊണ്ട് അങ്ങ് ഞാൻ ആരാധിക്കുകയാണ്. Brothers and sisters, this evening when we are in the temple of the living God, have come here to worship Him. If you've taken time out of your schedule to be here this evening, it better be to worship Him. Hallelujah. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് രാത്രി നാം ദൈവത്തിന്റെ മന്ദിരത്തിലായിരിക്കുമ്പോൾ അത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിപ്പാനാകട്ടെ. നമ്മുടെ എത്രയോ വേലകൾ മാറ്റിവെച്ച് നാം ഈ സമയം കർത്താവിനായിട്ട് കൊടുക്കുമ്പോൾ അത് വാസ്തവമായി അതിന്റെ അർത്ഥം എന്താണോ അത് അങ്ങനെ തന്നെ ആകട്ടെ. I'll tell you one thing, you cannot play the fool with the presence of God. ദൈവ സന്നിധിയിൽ നിങ്ങൾ മണ്ടൻ കളിക്കരുതെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. Let's read Proverbs chapter 21 verse number 2. It goes like this, a man's ways seem right to him, but the Lord weighs the heart. സദൃശവാക്യം 21:22 ഒരു മനുഷ്യന് തന്റെ വഴികൾ ചൊവ്വായി തോന്നും, പക്ഷേ യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു, ആത്മാക്കളെ തൂക്കി നോക്കുന്നു. 2 കിലോ ചിക്കൻ വാങ്ങിക്കുന്ന പോലെ ഹൃദയത്തെ തൂക്കി നോക്കും ദൈവം. Are you ready today? As you buy 2 kilogram chicken, God will weigh your heart. Brothers and sisters, if the Almighty is your silver and gold, and you know 1 gram of gold is costing so much, it better be valuable more than that in the presence of the Lord when He weighs your heart. Receive it in the name of Jesus today. നിങ്ങൾ സ്വർണ്ണത്തെ വെള്ളിയെ തൂക്കി നോക്കുമ്പോൾ 1 ഗ്രാമിന് എത്ര വിലയുള്ളതാണ് ഈ കാലഘട്ടങ്ങളിൽ. അങ്ങനെയെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ വന്നിരിക്കുമ്പോൾ ആ കർത്താവിന്റെ സാന്നിധ്യത്തെ നിങ്ങൾ എത്രത്തോളം വിലപിടിപ്പുള്ളതായി കാണുന്നു എന്നതാണ് നിങ്ങളുടെ ആരാധനയിലുള്ള നിങ്ങളുടെ സമർപ്പണം. The verse doesn't say the Lord looks at the heart, the Lord checks the heart, the Lord ponders the heart. No, He literally weighs the heart. Saji Abraham, you better be careful. അവൻ വചനം ഇങ്ങനെയാണ് പറയുന്നത്, അത് ഹൃദയത്തെ ആരാഞ്ഞു നോക്കുന്നില്ല, ഹൃദയത്തെ പരിശോധിക്കുന്നില്ല, ഹൃദയത്തെ തൂക്കി നോക്കുന്നു എന്നാണ്. And in the balance of God, Saji Abraham's
Love is 80 grams, hatred is 110 grams, jealousy is 35 grams, and prayer is only 20 grams, and love for God is only 0.01 grams. And God knows the difference in the weight. ദൈവത്തിന്റെ തുലാസിൽ നമ്മളെ അളന്ന് നോക്കുമ്പോൾ സ്നേഹം ഒരു 5%, അസൂയ ഒരു 30%, വഴക്കും പിണക്കവും ഒക്കെ ഒരു 45%, ദൈവത്തോടുള്ള സ്നേഹം 0.05%. And that is the truth about it. And we are selfish human beings, you like it or not. നമ്മൾ പലപ്പോഴും സ്വാർത്ഥന്മാരാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സമ്മതിച്ചാലും ഇല്ലെങ്കിലും സ്വാർത്ഥന്മാരാണ്. We are unworthy but just qualified to be the servants of the living God. Hallelujah. നാം അയോഗ്യരാണെങ്കിലും കർത്താവിന്റെ ദാസന്മാരാകുവാൻ ദൈവം നമ്മളെ യോഗ്യന്മാരാക്കി. And by his grace each one of us stand today. ദൈവത്തിന്റെ കൃപയാലാണ് നാം ഓരോരുത്തരും ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. That means we better say the reason I live is to worship you, Master. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, കർത്താവേ ഞാൻ ജീവിക്കുന്നത് അങ്ങേ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ്. കർത്താവേ, the real worship that I give you, Lord, is with my life, കർത്താവേ. യഥാർത്ഥ ആരാധന എൻ്റെ ജീവിതം അങ്ങേക്ക് സമർപ്പിക്കുന്നതാണ്. Lord, every move of mine, let it be a worship to you. എൻ്റെ ഓരോ ചലനങ്ങളും നിന്നോടുള്ള ആരാധനയായി. Lord, every thought of mine, let it be a fragrance in your presence, Master. എൻ്റെ ഓരോ ചിന്തകളും അങ്ങയുടെ സന്നിധിയിൽ സുഗന്ധ വർഗ്ഗമായി മാറട്ടെ. Lord, make me, mold me to be a person that you would love me to be. കർത്താവേ, എന്നെ പണിയണമേ, എന്നെ രൂപപ്പെടുത്തണമേ, അങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായി മാറേണ്ടവൻ. Oh, hallelujah. This evening the Lord is expecting each one of us gathered in this room today to be people with a difference that will be a fragrant element in the hands of your God. Hallelujah. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോ ആളുകളെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ പ്രതീക്ഷ എന്താണെന്ന് അറിയാമോ? അവന്റെ സന്നിധിയിൽ സൗരഭ്യവാസന പുറപ്പെടുവിക്കുന്ന ധൂപവർഗ്ഗങ്ങളായി നാം തീരുക എന്നതാണ്. Oh, hallelujah. You know, when the Lord called the apostles and gave the ministry, you know, Apostle Peter, he was a terrible man. He went and said, I don't know this Jesus. 3 times he betrayed Jesus. കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ച് ശുശ്രൂഷയ്ക്കായി അപ്പോസ്തലന്മാരെ നിയമിക്കുമ്പോൾ നമുക്കറിയാം, ഒന്നാമനായ പത്രോസ് വളരെ മോശമായ ഒരാൾ. അദ്ദേഹം 3 പ്രാവശ്യം യേശുവിനെ അറിയില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞൊരു മനുഷ്യനായിരുന്നു. And the disciples came and asked him, Lord, we are praying and we are unable to cast the demons out. Why is it not possible for us? അവർ ചോദിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഈ ഭൂതത്തെ പുറത്താക്കാൻ പറ്റുന്നില്ല, എന്താണ് അതിന്റെ രഹസ്യം? And the Bible says in many places the disciples did not even know the scripture that Jesus should rise from the dead. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞു, അവർക്ക് ആ തിരുവെഴുത്തുകൾ പോലും എവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു. I'm telling you, brothers and sisters, you know, Simon Peter went fishing all night and he caught how many fish? He caught 0 fishes. രാത്രി മുഴുവനും ശിമോൻ പത്രോസ് വല വീശുകയാണ്. എത്ര മീൻ കിട്ടി? 1 മീൻ പോലും അവന് കിട്ടിയില്ല. You people in Kochi know what fishing is. ഒരു മീനെങ്കിലും ആ വലയിൽ മൂലക്കെങ്കിലും it will get stuck. കൊച്ചിക്കാർക്ക് മീൻപിടുത്തവും വലയെറിയലൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഒരു ഒത്തോലിയെങ്കിലും അതിന്റെ സൈഡിൽ കാണും. But if you have to catch 0 fishes, that means God's grace is upon you. പക്ഷേ നിങ്ങൾ ഒരു മീനും ലഭിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വരാൻ പോകുന്നു എന്ന്. I tell you, brothers and sisters, without the control of God, it can never become a 0. ദൈവത്തിന്റെ നിയന്ത്രണമില്ലാതെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കൊരു 0 ആയി തീരാൻ കഴിയത്തില്ല. So my designation is Apostle Peter, servant of the Lord Jesus, disciple of Christ, and I am the utter failure in my business. എൻ്റെ ഔദ്യോഗിക നാമം അപ്പോസ്തലനായ പത്രോസ്, യേശുവിന്റെ ശിഷ്യൻ, അപ്പോസ്തലന്മാരിൽ ഒന്നാമനാണെങ്കിൽ ഞാൻ വെറും 0 ആണ്. You see, if you read Luke chapter 5, it says the disciples went fishing all night and caught nothing, and Jesus comes in the morning and says, push your boat a little bit and throw that net down. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരിക്കുമ്പോൾ അതിരാവിലെ യേശു എന്ന് പറയുകയാണ്, നിങ്ങളുടെ വല അല്പം കൂടെ ആഴത്തിലേക്ക് ഇറക്കിയാട്ടെ. Brothers and sisters, all night and you caught nothing. That means your boat failed you, your net failed you, your team failed you, your experience failed you, your background failed you, your scientific knowledge failed you. Whatever experience about the ocean and fishing that you ever knew did not work. കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും നിങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, നിന്റെ അനുഭവ സമ്പത്ത് നിന്നെ പരാജയപ്പെടുത്തി, നിന്റെ ബോട്ട് നിന്നെ പരാജയപ്പെടുത്തി, നിന്റെ വല നിന്നെ പരാജയപ്പെടുത്തി, നിന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പരാജയപ്പെടുത്തി, ഇത്രയും വർഷമുള്ള സമുദ്രത്തെ കുറിച്ചുള്ള നിന്റെ സകല അറിവും നിന്നെ പരാജയപ്പെടുത്തി. Oh, hallelujah. If you are a church going Christian worshiping the Lord Jesus, you will fail more than the other people. Receive it in the name of Jesus today. Hallelujah. ഒരു സാധാരണ നിലയിൽ ആരാധിച്ചു പോവുകയാണെങ്കിൽ നീയാണ് ഏറ്റവും പരാജിതനായ സഭ, നീയാണ് ഏറ്റവും പരാജിതനായ വിശ്വാസി. And that day will you come and say, the reason I live is to worship you. അന്നേ ദിവസമാണ് നിങ്ങൾ മുമ്പിൽ വന്ന് പറയുന്നത്, ഞാൻ ഇന്ന് ജീവിക്കുന്നത് അങ്ങയെ ആരാധിക്കുവാൻ. In the midst of pain, in the midst of failure, would you be able to say, Jesus, thank you, Lord? ഈ പരാജയത്തിന്റെയും വേദനകളുടെ മധ്യത്തിൽ എഴുന്നേറ്റെന്ന് പറയാൻ കഴിയുമോ, യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. You know,
There is one statement Peter makes to Jesus when Jesus told, put the net down. He said, Master, we tried all night and caught nothing, but yet at your word I will cast down the net. You know the meaning of that word is, Master, I didn't catch, but I can't say no to you. യേശുവിനെ ശിമോനോട് യേശു പറയുകയാണ്, നീ വല ആഴത്തിൽ ഇറക്കാന്ന് പറയുമ്പോൾ പത്രോസ് മറുപടി പറഞ്ഞു, നിങ്ങൾ നാഥ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വല ഇറക്കും. ആ വല ഇറക്കുന്ന എന്തിനാണെന്നറിയോ? പറ്റത്തില്ലെന്ന് പറയാൻ വയ്യാത്തതുകൊണ്ട്. Because I can't say no to Jesus. എനിക്ക് യേശുവിനോട് ഇല്ല വലയിറക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ വലയിറക്കുന്നതാണ് അതിന്റെ അർത്ഥം. Brothers and sisters, do you feel that worshiping the Lord is a duty to tick off in your life? പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് നീ ഓഫീസിൽ പോയി പഞ്ച് ചെയ്തിട്ട് പോകുന്നത് പോലെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? It is a feel good factor because, or it's a habit because you're a Christian, is it? ഇതൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് കൊള്ളാം, ചെയ്താൽ നന്നാണ് എന്നുള്ള തോന്നുന്നില്ലാണോ നിങ്ങൾ ആരാധിക്കുന്നത്? I want you to look back at Peter who caught no fishes that night. അന്ന് രാത്രി ഒന്നും കിട്ടാത്ത ആ പത്രോസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ I also want you to look at Peter who caught an abundance of fishes and his net was tearing and the boat was sinking. അതോടൊപ്പം തന്നെ വല കീറുമാറായി ബോട്ട് നിറയെ മീൻ പിടിച്ച ആ പത്രോസിനെ നിങ്ങളൊന്ന് കണ്ടാട്ടെ. Brother, please put up Luke chapter 5, the 11th verse, please. Luke chapter 5, verse number 11. ലൂക്കോസ് 5-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. Amen. Hallelujah. It says they left everything and they followed the master. Hallelujah. Glory to God. Amen. Oh, hallelujah. Give the Lord a mighty hand of praise today. Oh, hallelujah. I tell you, church, your success is immaterial, your failure is immaterial. If you truly, honestly worship your Lord, nothing of these matters. നിന്റെ വിജയവും നിന്റെ പരാജയവും ഭൗതികമല്ല. നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുവാണെങ്കിൽ, you may be a disciple of Jesus, you'll be an utter failure. The same disciple will be the most successful. Both these don't matter, brother. നീ ഒരുപക്ഷെ ദൈവത്തിന്റെ കർത്താവിന്റെ ശിഷ്യൻ എന്ന നിലയിൽ ഏറ്റവും പരാജയപ്പെട്ടവനാകാം, അല്ലെങ്കിൽ ശിഷ്യൻ എന്ന നിലയിൽ ഏറ്റവും ജയിച്ച ആളാകാം. ഇത് രണ്ടും കർത്താവിനൊരു വിഷയമല്ല. Hallelujah. Brothers and sisters, how many of you are sitting here looking at career growth, promotion, appreciation, growing in life? I mean, more income and more property and more wealth and more status and everything in life. Can you please stop that rubbish in the presence of Jesus today? ഇന്ന് രാത്രി ഇതിനകത്ത് ഉദ്യോഗ കയറ്റത്തിന് വേണ്ടി, സ്ഥാനക്കയറ്റത്തിന് വേണ്ടി, ബിസിനസിന്റെ വിശാലതയ്ക്ക് വേണ്ടി, വരുമാനത്തിന്റെ വർധനവിന് വേണ്ടി, കരിയറിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ദയവായി അതെല്ലാം ഒന്ന് ചവറ്റുകുട്ടയിലിട്ടിട്ടിരുന്നാട്ടെ. What I should have and what I should not have is decided by the Master. Glory to God. Amen. My only duty is to align with the will of the Father. Tell me one reason Paul and Silas had that they should worship in the prison that night. They were beaten up, their legs are in stocks, their hands are in chains, the body is paining, they're inside in the dark room, no light there, and tell me one reason that you should worship. അവർ അടിക്കപ്പെട്ടു, കാലുകൾ ആമത്തിലിട്ട് പൂട്ടപ്പെട്ടു, കൈകൾ ചങ്ങലയിലായിരുന്നു, കാരാഗ്രഹത്തിന്റെ ഇരുട്ടിനകത്തായിരുന്നു, ആരും കൂടെ ഇല്ല, എങ്കിലും അവർ ദൈവത്തെ ആരാധിച്ചു. പറ, ഇതിലേതാണ് ആരാധിക്കാനുള്ള കാരണം? Oh, when I was beaten up, where was this God? When my body is bruised, where was this God? When they put chains on me, where was this God? Where are all the promises of God? He did not show up. ഞാൻ അടിക്കപ്പെട്ടപ്പോൾ, ഞാൻ മുറിവേൽപ്പിക്കപ്പെട്ടപ്പോൾ, എൻ്റെ കാലുകൾ പൂട്ടപ്പെട്ടപ്പോൾ, ചങ്ങലയിടപ്പെട്ടപ്പോൾ, കാരാഗ്രഹത്തിനകത്ത് കയറിയപ്പോൾ ഈ ദൈവം എവിടെയായിരുന്നു? എന്തിന് ഞാൻ അവനെ ആരാധിക്കണം? Brothers and sisters, when you get kicked and battered and insulted and thrown to the corner in the prison, you can come and bow down and say, Master, we worship you. Hallelujah. That is selfless worship, brother, sister. Receive it today. സഹോദരങ്ങളെ, നാം അടിക്കപ്പെടുമ്പോൾ, ഒടുക്കപ്പെടുമ്പോൾ, നിരാശരാക്കപ്പെടുമ്പോൾ അതിന്റെ മധ്യത്തിൽ വന്ന് കരമുയർത്തി കർത്താവേ, അങ്ങയുടെ ഇഷ്ടത്തിനായി നന്ദി എന്ന് പറയുകയാണെങ്കിൽ അതാണ് യഥാർത്ഥ ആരാധന. I am telling you, Exodus Church, you need no reason to worship God. Zero reason. ഇന്ന് ആരാധിക്കാനുള്ള കാരണങ്ങൾ തിരിച്ചറിയണം. ആരാധിക്കാനുള്ള കാരണങ്ങൾ സീറോയാണ്. ആരാധിക്കാൻ ഒരു കാരണവുമില്ല. Amen. Hallelujah. Stotram. Glory to God. You need no blessing to worship your God. Hallelujah. അനുഗ്രഹവും നിനക്ക് വേണ്ട ദൈവത്തെ ആരാധിക്കാൻ. You know, your and my mental standing is I need a blessing to say praise the Lord also.
ഞാൻ പലപ്പോഴും നമ്മുടെ പല മാനസിക നിലവാരം എന്നാണെന്നറിയാമോ? എന്തെങ്കിലും അനുഗ്രഹം വേണം കർത്താവിന് നന്ദി പറയാൻ. When your financial status goes down, that stotram also goes down, no? സാമ്പത്തിക നിലവാരം താഴോട്ട് പോകുമ്പോൾ സ്തോത്രത്തിന്റെ നിലവാരവും താഴോട്ട് പോകും. When small stomach pain, you say, Pastor, I will watch online. I'm not coming in the Vayurvedana, Pastor. That's all is our worship, huh? ചെറിയൊരു വയറുവേദന വന്നാൽ മതി, പാസ്റ്ററെ ഇന്ന് എനിക്ക് വന്ന് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഞാൻ വീട്ടിലിരുന്ന് ഓൺലൈനിൽ കണ്ടേക്കാം. Pastor, heavy rain, Pastor, road is blocked, Pastor. വെള്ളം കെട്ടി കിടക്കും, I can't come to church. ഞങ്ങൾ ഓൺലൈനിൽ കണ്ടോളാം. God bless you. Your heaven will also be online for you. You will never go. പാസ്റ്ററെ ഭയങ്കര മഴയാണ്, ബ്ലോക്കാണ്, വെള്ളം കെട്ടി കിടക്കുവാണ്, ഞാൻ ഓൺലൈനിൽ കണ്ടേക്കാം, അവിടെ വരാൻ പറ്റത്തില്ല. നിനക്ക് സ്വർഗം ഓൺലൈനിലേ കിട്ടത്തുള്ളൂ. അതെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം also will be online for you. പരിശുദ്ധാത്മാവിന്റെ anointing of the Holy Spirit will be also online. Brother, sister, if I cannot take a little discomfort to come into the presence of the Lord out of sincerity of my heart, the Lord who weighs my heart knows how sincere I am. എന്റെ ചെറിയൊരു പ്രതിസന്ധിക്കകത്ത്, ചെറിയൊരു പ്രശ്നത്തിനകത്ത് കർത്താവിനെ ആരാധിക്കാൻ ഉള്ള അവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നില്ലെങ്കിൽ എൻ്റെ ഹൃദയത്തെ കർത്താവ് തൂക്കി നോക്കുമ്പോൾ അതിന്റെ ഭാരം എത്രയായിരിക്കും? I will tell you one testimony of a personal experience that I had. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിനുണ്ടായ ഒരു സാക്ഷ്യം ഞാൻ പറയാം. It is there in YouTube in Tamil actually. അത് യൂട്യൂബില് തമിഴിലുണ്ട്. തമിഴിലാണത്. It is about ആദിവാസി അമ്മ called Mary Amma. ഒരു ആദിവാസി അമ്മയായ മേരി എന്ന് പറയുന്ന ഒരു അമ്മയുടെ സാക്ഷ്യം. Mary Amma was working in the tea plantation where I was the director and she is a worker who's harvesting tea leaves. ഞാൻ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ തേയില തോട്ടത്തിൽ തേയില നുള്ളുന്ന ഒരാളായിരുന്നു. And you know, one day as I was going round in my jeep, the Holy Spirit said, just stop the jeep out there. ഞാൻ ഒരു ദിവസം ജീപ്പിൽ അങ്ങനെ റൗണ്ട് ചുറ്റി പോകുമ്പോൾ പരിശുദ്ധാത്മാവോട് പറഞ്ഞു, നിർത്തുക. Tea field നോക്കുമ്പോൾ there is thousands of people harvesting the tea leaf there. ആ തേയില തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ ആയിരക്കണക്കിന് സ്ത്രീകൾ നിന്ന് തേയില നുള്ളിക്കൊണ്ട് നിൽക്കുകയാണ്. The Holy Spirit said, get down and walk inside. I got down and I walked inside. ആത്മാവിനോട് പറഞ്ഞു, പുറത്തിറങ്ങി അങ്ങോട്ട് നടക്കാൻ പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. I am passing by many people who are harvesting. Everybody, the director does not come into the tea field. They are all worried. What is happening? Why is this man here today morning? അവർക്കറിയാം ഒരു ഡയറക്ടർ ഒരിക്കലും ഈ തേയില തോട്ടത്തിനകത്തൂടെ ഇങ്ങനെ നടക്കത്തില്ലെന്ന്. അതുകൊണ്ട് എന്നെ കണ്ടപ്പോൾ അവർ ചിന്തിക്കായിരുന്നു, എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത്? And everybody is saying, Ayya, good morning, vanakkam, and all those wishing is going on. ഓരോരുത്തരും എന്നെ കണ്ട് പ്രഭാത വന്ദനം പറയുകയാണ്, സാറേ നമസ്തേ എന്നൊക്കെ പറയുകയാണ്. And the Holy Spirit led me to one corner where one lady did not even realize I'm coming. One old ammachi is standing and doing her work. പരിശുദ്ധാത്മാവ് എന്നെ അതിന്റെ ഒരു മൂലയിലേക്ക് കൊണ്ടുപോയി. അവിടെ വളരെ പ്രായമുള്ള ഒരു സ്ത്രീ നുള്ളിക്കൊണ്ട് ഈ തേയില ഇലകൾ നുള്ളിക്കൊണ്ട് നിൽക്കുകയാണ്. And she didn't even know that I'm coming because she's facing opposite to me. But everybody else in that area knows that I've come. So there is absolute pin drop silence in that place. ബാക്കി എല്ലാവർക്കും അറിയാം ഞാൻ അവിടെ ചെല്ലുന്നു. ഇവർ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട്, ഞാൻ പുറകിലൂടെ പോയത് കൊണ്ട് അവർക്ക് അറിയത്തില്ല ഞാൻ അവിടെ ചെല്ലുന്ന കാര്യം. The Holy Spirit took me directly to her and I can just see her lips are moving like this. ഞാൻ പരിശുദ്ധാത്മാവ് എന്നെ നേരെ അവരുടെ അടുത്ത് കൊണ്ടുപോയി. ഞാൻ അടുത്ത് പോകുമ്പോൾ ശ്രദ്ധിച്ചത് അവരുടെ അധരങ്ങൾ പതിയെ ചലിച്ചു. As I got closer to her, she was saying, Stotram, Stotram, Devame, Stotram. ഞാൻ ഏറ്റവും അടുത്ത് ചെന്നപ്പോൾ അവർ പതിയെ സ്തോത്രം 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 ദൈവമേ എന്ന് പറയുകയാണ്. എന്നെ കണ്ട ഉടനെ സ്തോത്രം stopped. I said, Amma, no. എന്നെ കണ്ടപ്പോൾ അവരുടെ സ്തോത്രം നിന്നു. ഞാൻ പറഞ്ഞു, അല്ലോ പാടില്ല. You know, one thing that the Lord taught me that day is, hey man, you are living in a bungalow, you are living in such luxury, you are the director of the company, you are well educated, you are earning a packet, you got all facilities. Look at that Amma earning 350 rupees a day and the sincerity with which she honors me. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഒരു വലിയ ബംഗ്ലാവിൽ താമസിക്കാൻ, നിനക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, ധാരാളം ശമ്പളമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഡെയിലി 350 രൂപ വാങ്ങുന്ന ആ സ്ത്രീ ദൈവത്തെ സ്തുതിക്കാൻ അവരുടെ ലൈഫിനെ കൊടുത്തിരിക്കുകയാണ്. ആ പണത്തിന്റെ കുറവ് സ്തുതിക്കാൻ ഒരു കുറവും വരുത്തുന്നില്ല. I was so happy to see that Ammachi. I said, Amma, God bless you, and I walked away. There was nothing I spoke to anybody there. ഞാൻ ഒന്നും പറഞ്ഞില്ല. അവിടെ തോളി തട്ടിയിട്ട് കർത്താവ് അങ്ങ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാത്രം ഞാൻ. That evening in my bungalow, when I went on my knees to pray, the Holy Spirit said, Saji, stop your prayer. ഞാൻ അന്ന് രാത്രി ബംഗ്ലാവിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിനോട് പറഞ്ഞു, സജി നിന്റെ പ്രാർത്ഥന നിർത്തുക. If your praise and worship can be as sincere as the one that I have received from Mary Amma, then it is worth it. Otherwise it's not worth it, Saji. ഞാൻ മേരി അമ്മയുടെ സ്തുതിയും സ്തോത്രവും സ്വീകരിക്കുന്നതിന്റെ ഒപ്പം അതുപോലെ യോഗ്യമാണെങ്കിൽ മാത്രം നീ സ്തുതിച്ചാൽ മതി, ഇല്ലെങ്കിൽ നീ സ്തുതിക്കണ്ട. You know, my dear brothers and sisters, the Lord taught me what spiritual life is from an uneducated Adivasi Amma. ഒരു ഒട്ടും വിദ്യാഭ്യാസമില്ലാത്ത ഒരു ആദിവാസി അമ്മയിൽ നിന്നുമാണ് അവൻ യഥാർത്ഥ ആത്മീയത എന്തെന്ന് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുകയായിരുന്നു. A few months passed away.
ചില മാസങ്ങൾ കഴിഞ്ഞു പോയി. The Holy Spirit told me, go and speak to Mary Amma. അദ്ദേഹത്തോട് ആ അമ്മയോട് പോയി സംസാരിക്കാൻ ആത്മാവിനോട് I പറഞ്ഞു. took the jeep and I went to that same field where Mary Amma is working, but that day no Mary Amma, she has not come to work. ഞാൻ എൻ്റെ ജീപ്പും എടുത്ത് ആ അമ്മ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് പോയപ്പോൾ ആ മാതാവിനെ അവിടെ കാണാനില്ല. I went and asked the supervisor, I want to see Mary Amma. ഞാൻ സൂപ്പർവൈസറോട് പറഞ്ഞു, എനിക്ക് മേരി മാതാവിനെ കാണണം. And the supervisor told me, Ayya, you didn't know, Ayya, yesterday evening her son passed away. നിങ്ങൾക്കറിയില്ല, കഴിഞ്ഞ സായാഹ്നത്തിൽ അവരുടെ മകൻ മരണപ്പെട്ടു. Then I asked about her family. She has 2 children, one boy and one girl. The boy was paralyzed and he died yesterday. The girl is blind. ഒരാണും ഒരു പെണ്ണും മാത്രമേ ഉള്ളൂ. ആ മകൻ പാരലൈസ്ഡ് ആയിരുന്നു, ആ പെൺകുട്ടി അന്ധയാണ്. ആ മകൻ കഴിഞ്ഞ രാത്രി മരിച്ചുപോയി. ആ അമ്മയാ ഇവിടെ വന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചത്. ആ അമ്മയാണ്. She's the one. I mean, I know it is not easy. അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രിയമുള്ളവർ. You know, the Holy Spirit said, Saji Abraham, I want you to go to that house. I said, where is the house of Mary Amma? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ആ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. She's an Adivasi lady living in a jungle. അങ്ങോട്ട് വണ്ടി ഒന്നും പോകത്തില്ല. And the watchman said, I can take you there, but you have to walk. I said, I'm ready to walk. വാച്ച്മാൻ എന്നോട് പറഞ്ഞു, അങ്ങോട്ട് വണ്ടി പോകത്തില്ല, ഒരു കാട്ടിനകത്താണ്. ഞാൻ പറഞ്ഞു, ഒത്തിരി നടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു, സാരമില്ല, നിങ്ങൾ എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. So I went till where the jeep can go. We parked the jeep and we walked 1.5 kilometers into that jungle mountain. ഞങ്ങൾ ജീപ്പിൽ പോയി, ജീപ്പ് നിർത്തിയിട്ട് പിന്നെ ഒരു 1.5 കിലോമീറ്റർ വനത്തിനകത്തേക്ക് നടന്നു പോവുകയാണ്. My dear brothers and sisters, as I went down, I saw a little grass and that was her house. അവിടെ ചെന്നപ്പോൾ ഒരു പുല്ലുമേഞ്ഞ ഒരു ചെറിയ വീട് ഞാൻ കണ്ടു. You have to get down. I can't even walk in straight. I had to bend and go inside. എനിക്ക് നേരെ അതിനകത്ത് പോകാൻ കഴിയത്തില്ല, കുനിഞ്ഞാണ് അതിനകത്തേക്ക് കയറി. When I go inside, I see Mary Amma there, the blind daughter there, and the dead body in front. The body of the dead son is placed just in front of the house and she's sitting there. And I had to go into that house. ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നു. I went near Mary Amma and I just held her by the shoulder. ഞാൻ അവരുടെ തോളിലേക്ക് കൈവച്ചു. And as I went inside and I touched Mary Amma, she got up and said, Ayya, Devathina stotram. My dear brother, sister, I don't know, that stotram is the only stotram I know in my life. അവർ എന്നെ കണ്ട ഉടനെ കർത്താവിന് സ്തോത്രം എന്നാണ് പറഞ്ഞത്. I stood there for some time. I just didn't know what to talk, what to say. I had no idea. ഞാൻ അവിടെ കുറച്ചു നേരം സ്തബ്ധനായി നിന്നു. എന്ത് പറയണം എന്ന് ഒരു ഐഡിയയും എനിക്ക് ലഭിച്ചില്ല. So I just stood there, paid some respect to that body, and I thought I will go. I don't know what to tell. So I just turned back to go. ഞാൻ ആ മൃതശരീരത്തോട് അല്പം ആദരവ് കാണിച്ച ശേഷം ഞാൻ മടങ്ങി ചെന്നു. And I am going, suddenly there is a tug on my hand and Mary Amma is pulling my hand back. She's holding my hand. പെട്ടെന്ന് എൻ്റെ കയ്യിൽ പുറകിൽ ആരോ പിടിച്ച് വലിച്ചു. മേരിയമ്മ എൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ്. You know what Mary Amma said? സാറ് വന്നിട്ട് ദൈവത്തിന് നന്ദി പറയാതെ പോവല്ലേ? My God. Amen. I don't know, I can't explain this. This is powerful. Sara, are you going without giving thanks to God? നിങ്ങൾ ഇതുവരെ വന്നിട്ട് കർത്താവിന് നന്ദി പറയാതെ പോവുകയാണോ എന്നാണ് അവർ ചോദിച്ചത്. സ്വന്തം കൊച്ചു മരിച്ചു കിടക്കുന്ന ഒരു അമ്മ പറയുന്ന വാക്കാ. Amen. And she told me, കർത്താവ് ദൈവം തന്ന സാറേ, ദൈവം എടുത്തേ, നമ്മ ദൈവത്തിന് നന്ദി പറയണ്ടേ? Brothers and sisters, അതിനെക്കാട്ടിലൊരു വലിയ പാഠം വേറെ എവിടെയും പഠിക്കാനില്ല. Amen. Glory to God. I tell you, church, this evening, if you can be so emotional listening to this, imagine how it must have impacted me having seen it. കേട്ട നമുക്ക് ഇത്രയും വേദന തോന്നുന്നെങ്കിൽ കണ്ട എനിക്ക് എന്തുമാത്രം വേദന ഉണ്ടായിരിക്കും. And she wanted me to pray. I don't know how to pray. I don't know what to pray. വാക്കുകളില്ല പ്രാർത്ഥിക്കാൻ. എന്ത് പറഞ്ഞു പ്രാർത്ഥിക്കണം? അവര് പറയുകയാണ് എന്നോട് പ്രാർത്ഥിക്കാൻ. പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പറയണമെന്ന് എനിക്ക് അറിയാത്തൊരവസ്ഥ. മേരി അമ്മയെ കെട്ടിപ്പിടിച്ച് ഞാൻ പറഞ്ഞു, ദൈവമേ എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല, പക്ഷെ നന്ദി യേശുവേ, താങ്ക് യു. ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, കർത്താവേ എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല, എങ്കിലും കർത്താവിന് നീ ചെയ്യുന്നെല്ലാം നന്മയ്ക്കാണ് അറിയുന്ന അങ്ങയുടെ എല്ലാ നന്മകൾക്കായി ഹല്ലേലൂയ. നന്മയ്ക്കല്ലാതെ ഒന്നുമില്ലെന്ന് അറിയുന്ന പച്ച. ഗ്ലോറി, ഹല്ലേലൂയ. Father, therefore we just want to say thank you to you എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കർത്താവേ അത് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ എൻ്റെ ബംഗ്ലോയിൽ പോയി, എൻ്റെ ലഞ്ച് ഉണ്ട്, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. വൈകിട്ട് പ്രയർ ടൈം ഉണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. I am unable to do anything, that I am absolutely disturbed seeing what Mary Amma is. ഞാൻ എൻ്റെ റൂമിൽ ചെന്നിട്ട് എനിക്ക് കഴിക്കാനോ ഉറങ്ങാനോ പ്രാർത്ഥിക്കാനോ കഴിയാതെ, കാരണം അമ്മയുടെ ആത്മീയ അനുഭവം കണ്ടിട്ട് ഞാൻ പൂർണ്ണമായി ഒന്നുമല്ലാതെയായി. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് I just went, നമ്മുടെയൊക്കെ ഹാബിറ്റ് ഉണ്ടല്ലോ ചുമ്മാ പ്രാർത്ഥിക്കുന്ന ചടങ്ങ്. I went on my knees to pray and say thank you. The Holy Spirit asked me one question. Saji Abraham, ഇന്ന് രണ്ടാമത്തെ വരവുണ്ടെങ്കിൽ will Mary Amma be in heaven or will you be in heaven?
ഞാൻ രാത്രി പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോടൊരു ചോദ്യം ചോദിച്ചത് ഇങ്ങനെയാണ്: ഇന്ന് രാത്രി എൻ്റെ രണ്ടാം വരവുണ്ടെങ്കിൽ മേരിയമ്മ ആയിരിക്കുമോ സ്വർഗത്തിൽ ആദ്യം എത്തുന്നത്, നീ ആയിരിക്കുമോ? I tell you, church, if there is a heaven that Mary Amma would go, I can never go there. സ്വർഗം, മേരിയമ്മ പോകുന്നൊരു സ്വർഗം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ എത്തുകയില്ല. That heaven is very special to the heart of God. ആ സ്വർഗമാണ് ദൈവത്തിന്റെ ഹൃദയത്തിന് ഏറ്റവും പ്രത്യേകതയുള്ള ഹൃദയം. സർവശക്തൻ നിന്റെ വെള്ളിയും നിന്റെ പൊന്നുമാണോ ദൈവജനമേ. Almighty God will be your gold and your silver. Is God more than anything in your life, more than your child, more than your circumstance, more than your problem, more than your blessing? ദൈവം നിന്റെ ജീവിതത്തിൽ എല്ലാത്തിലും നിന്റെ സമ്പത്തിനേക്കാൾ, നിന്റെ കുടുംബത്തെക്കാൾ, നിന്റെ മക്കളെക്കാൾ, നിന്റെ സകല അനുഗ്രഹത്തെക്കാളും ദൈവം നിനക്ക് വലുതാണോ? So I surrendered in the presence of the Lord and I said, God, I'm sorry, Father, I repent, I confess, please give me grace to be like Mary Amma. ഞാൻ അവിടെ മുട്ടുമടക്കി കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, മേരി അമ്മയെ പോലെ ആകാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. The Lord did give me grace and the Lord took me through. എനിക്ക് ആ കർത്താവ് കൃപ അതിലേക്ക് എടുത്തു കൊണ്ടുപോയി. A few days again went by and you know what happened? The Mary Amma's daughter also passed away. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ആ മേരി അമ്മയുടെ മകളും മരണപ്പെടുകയാണ്. This lady has no husband. The husband is already dead and gone. I don't know. The husband doesn't exist. അവർക്ക് ഓൾറെഡി ഭർത്താവില്ല, അദ്ദേഹം പോയതാണോ മരിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. The only son is already gone and the only daughter is already gone. ഏക മകനും മരിച്ചു, ഏക മകളും മരിച്ചു. On the day of the death and the burial of that girl, I went to that house and I know Mary Amma will tell me to pray. ആ ദിവസം, മരണ ദിവസം ഞാൻ അവിടെ വീട്ടിൽ പോയി, എനിക്കറിയാം അമ്മ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമെന്ന്. I called Mary Amma and said, come Mary Amma, let's give thanks to God. ഞാൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, മാരിയമ്മ വരിക, നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. You know what Mary Amma said? സാറേ, ദൈവത്തിന്റെ കൃപ കണ്ടോ സാറേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇനി ഒന്നുമില്ല, 24 മണിക്കൂറും കർത്താവിനെ സ്തുതിക്കാം സാറേ. Oh, my dear brother, sister, I mean, please understand it from the heart of a mother. സാറേ, എനിക്ക് നീ നോക്കാൻ മോനുമില്ല മോളുമില്ല, 24 മണിക്കൂറും കർത്താവിനെ സ്തുതിക്കാൻ ദൈവനെ വിടുതല. Amen. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, പാസ്റ്റർ, I have no child anymore. From this moment I can praise and worship God for 24 hours. And that day I understood the reason I live is to worship you. അന്നാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ജീവിക്കുന്നത് കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്. Did our song today have a similar meaning, brothers and sisters? നമ്മൾ അതേ അർത്ഥത്തിലാണോ ഇന്ന് ആ പാട്ട് പാടുന്നത്? Can you please put up the script of that song if you don't mind? The reason I live is to worship you. Brother, sister, I want you to visibly see the words on the screen. It better hit our heart today. ഇന്ന് രാത്രി ആ പാട്ടിന്റെ വരികൾ സ്ക്രീനിൽ ഇടുമ്പോൾ വാസ്തവമായി നമ്മുടെ ഹൃദയത്തെ, ആ വരികൾ കാണുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുവാനിടയാണ്. The reason I live is to worship you. Is that true, brother, sister, today? ഞാൻ ജീവിച്ചിരിക്കുന്നത് അവനെ ആരാധിപ്പാനാണ്. At any cost will you worship your God? എന്തു വില കൊടുത്തും കർത്താവിനെ ആരാധിക്കാൻ കഴിയുമോ? Will you be ready to worship your God if you are a loser like Mary Amma was? മേരിയമ്മയെ പോലെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ? Hallelujah. That is the grace of God in a child's life. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഒരു വലിയ കൃപ അതാണ്. Brother, sister, grace of God is not car and building and blessings and money. Grace of God is being able to worship when it pains in your body. Hallelujah. Receive it in the name of Jesus this evening. Glory, glory, glory. കൃപ എന്ന് പറയുന്നത് നമുക്ക് സമ്പത്ത് ഉണ്ടാകുമ്പോഴോ, കാർ ഉണ്ടാകുമ്പോഴോ, വീടുണ്ടാകുമ്പോഴോ അല്ല. വേദനയുടെ മധ്യത്തിൽ കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിക്കാൻ കഴിയുമ്പോഴാണ് നമ്മിൽ കൃപ വെളിപ്പെടുന്നത്. Oh, hallelujah. Lord, the circumstances of this world will never change the worship that I give you, Father. Hallelujah. ഞാൻ നിനക്ക് തരുന്ന ആരാധനയെ ഈ ലോകത്തിൽ എൻ്റെ ജീവിതത്തിൽ നേരിടുന്ന ഒരു സാഹചര്യത്തിനും മാറ്റുവാൻ കഴിയില്ല. Can we tell our God, Lord, the reason I live is to worship you? That means I'm telling you, brother, sister in the church today, not a single situation in your life to reduce the prayer life that you have. Oh, glory, receive it today. Hallelujah. Oh, hallelujah. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു സാഹചര്യവും ഒരു വിഷയവും ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നിന്നെ പുറകോട്ടടിക്കരുത്. He is not a God who will forsake you. He will never let you down. He knows the plans he has for you. He has engraved you on the palms of his hand. You are the apple of his eye. Receive, give glory to the Lord in the temple today. Yes, the name of the Lord be glorified. Hallelujah. അവൻ നിന്നെ നന്നായി അറിയുന്ന ദൈവമാണ്. അവൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. തന്റെ ഉള്ളം കയ്യിൽ അവൻ നിന്നെ വരച്ചിട്ടുണ്ട്.
നീ അവന്റെ കണ്ണിലെ മണി പോലെയാണ്. അവൻ നിന്നോട് കൂടെ സദാ ഉണ്ടാകും. ആ ദൈവത്തെ ഇന്ന് പകൽ നിനക്ക് ആരാധിക്കാൻ കഴിയുമോ? Brother, Matthew 22 verse number 14. Matthew chapter 22 verse number 14. I mean, today I want you and me to look into it, brother, sister, and tell the Lord that we are ready to honor him with our life. ഇന്ന് രാത്രി കർത്താവിന്റെ മുഖത്ത് നോക്കി നമുക്ക് ഒരുമിച്ച് പറയാം, അപ്പാ ഞങ്ങൾ നിന്നെ മാനിക്കാൻ, ശുശ്രൂഷിക്കാൻ, ആരാധിക്കാൻ തയ്യാറാണെന്ന് പൂർണ്ണ ഹൃദയത്തോടെ പറയാം. Look at the verse on your screen. For many are called, but only few are chosen, brother. മത്തായി 22:14 ഇങ്ങനെ പറഞ്ഞു, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. I want to tell you, Exodus Church, all of you sitting in this room are called, no doubt about it. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയുവാൻ സാധിക്കും, നമ്മൾ എല്ലാവരും വിളിക്കപ്പെട്ടവരാണ്, അതിനകത്തൊരു സംശയമില്ല. But only few are chosen, and in that few, how many of us are there today? എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ആ ചുരുക്കം പേരിൽ നിങ്ങൾ എത്ര പേരുണ്ട്? Brothers and sisters, when the Lord weighs your heart and my heart, am I the chosen one that is unaffected by the situations of life? പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹൃദയങ്ങളെ, എന്റെയും നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് തൂക്കി നോക്കുമ്പോൾ സാഹചര്യങ്ങളൊന്നും ബാധിച്ചിട്ടില്ലാത്തൊരു ഹൃദയമെന്ന് കർത്താവിന്റെ തുലാസിൽ അത് തൂക്കപ്പെടുമോ? Will you say, thank you, Lord, for the problems in my life today? ഇന്ന് രാത്രി നിങ്ങൾക്ക് പറയാൻ Oh, thank you for the pain, thank you for the tears, thank you for the failures, Lord. എന്റെ പ്രശ്നങ്ങൾക്കായി, എന്റെ Hallelujah. വേദനകൾക്കായി, എന്റെ പരാജയങ്ങൾക്കായി, എന്റെ കണ്ണുനീരുകൾക്കായി Hallelujah, നന്ദി. hallelujah. Anybody in this room with a problem, will you raise your hand and say, thank you for that problem, Jesus? ഇന്ന് രാത്രി ഇതിനകത്ത് ഏതെങ്കിലും Oh, പ്രശ്നത്തോടെ hallelujah, ഇരിക്കുന്നെങ്കിൽ hallelujah, ഉയർത്തി പറ, കർത്താവേ, hallelujah. നന്ദി. Oh, Exodus Church, can we give a different worship that the Lord deserves? Glory, glory, glory. Amen. He is a unique God who deserves unique worship. His children will praise him irrespective of whether we have or don't have. We are here to bring glory to his name. ഇന്ന് രാത്രി നിങ്ങൾക്ക് വ്യത്യസ്തമായ നിലയിൽ ദൈവം അർഹിക്കുന്നത് പോലെ ഒരു ആരാധന നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? നിങ്ങളുടെ സാഹചര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടാത്ത, പ്രതിസന്ധികളാൽ സ്വാധീനിക്കപ്പെടാത്ത, പരമാർത്ഥ ഹൃദയത്തോടുകൂടിയ ഒരു വ്യത്യസ്തമായ ആരാധന, നിസ്തുല്യനായ ദൈവത്തിന് ഒരു നിസ്തുല്യമായ ആരാധന നിങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയുമോ? Brother, if you are a chosen child of God, you will never murmur when something goes wrong with your life. That is the identity of a chosen child of God. ദൈവവേദന നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നത്തിൽ നിങ്ങൾ പോകേണ്ടി വന്നാലും ഒരു വാക്ക് കൊണ്ടുപോലും ദൈവത്തോട് പിറുപിറുക്കത്തില്ല. പിറുപിറുക്കാതിരിക്കുന്നതാണ് നീ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നതിന്റെ അടയാളം. I'm telling you, brother, sister, if an Abraham will be in heaven, if a Noah will be in heaven, if a Job will be in heaven, if a Moses will be in heaven, if a David will be in heaven, can I add Saji Abraham to that list today? Oh, hallelujah. Oh, Jesus. Glory. അബ്രഹാമിന് സ്വർഗ്ഗത്തിൽ നിൽക്കുന്നുവെങ്കിൽ, ഒരു നോഹ സ്വർഗ്ഗത്തിൽ നിൽക്കുന്നുവെങ്കിൽ, ഒരു ഹാബേൽ സ്വർഗ്ഗത്തിൽ നിൽക്കുന്നുവെങ്കിൽ, ഒരു ഡേവിഡ് സ്വർഗ്ഗത്തിൽ നിൽക്കുന്നുവെങ്കിൽ, സജി എബ്രഹാമിന് സ്വർഗ്ഗത്തിൽ നിൽക്കാൻ കഴിയുമോ? I need to know that my name fits into that same category there. ആ കാറ്റഗറിക്കകത്ത്, ആ നിരക്കകത്ത് എൻ്റെ പേരും ഉൾപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. I'm telling you, brothers and sisters, please put up Acts chapter 5 verse number 14 and 15, please. Acts chapter 5 അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ. Look at the ministry of Peter, verse 14, 15, 16. And the believers were increasingly added, and to the Lord multitudes of both men and women. Verse number 15, brother. Next verse. Look at 15. So they brought the sick. This is what I want you to see. The same Peter who betrayed and said, I don't know Jesus. See what a beautiful ministry the Lord has blessed him, and laid them on beds and on couches, that at least the shadow of Peter who is passing by the road will fall. Oh, what an amazing ministry the Lord is blessing Peter with. Hallelujah. അപ്പോസ്തലനായ പത്രോസിന്റെ ശുശ്രൂഷയെ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ എന്താ കാണുന്നത്? മേൽക്കുമേൽ സ്ത്രീകളും പുരുഷന്മാരും വിശ്വസിച്ചു. രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേൽ വീഴേണ്ടവന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. യേശുവിനെ 3 തവണ തള്ളിപ്പറഞ്ഞ് അതേ പത്രോസിനെ കൊണ്ട് ഇത്രയും മനോഹരമായ ഒരു ശുശ്രൂഷ ചെയ്യിപ്പാൻ കർത്താവ് കൃപയുള്ളവനായി മാറി. But if God has to use a Peter like this, there is one quality in Peter you have to be observing also. പത്രോസിനെ കർത്താവ് ഇങ്ങനെ ഉപയോഗിച്ചെങ്കിൽ പത്രോസിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക ഗുണം നിങ്ങൾ നിരീക്ഷിച്ചറിയേണ്ടതുണ്ട്. Come to the same chapter verse 40 and 41, please. Yes. അതേ അധ്യായം 40-41 വാക്യങ്ങളിലേക്ക് വരാം. You know, Peter was warned not to preach in the name of Jesus anymore, and they said you should not speak in the name of Jesus, and they let them go. But look at Pastor, read verse number 4. അവർ അവനെ അനുസരിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. എടാ, നിന്റെ നിഴൽ വീണ സൗഖ്യം പ്രാപിക്കുമായിരിക്കും, but you got to shut up. You cannot do this ministry. അവർ പറഞ്ഞത് നിന്റെ നിഴൽ വീണ് സൗഖ്യമായിക്കോട്ടെ, പക്ഷേ നീ വാ തുറന്ന് യേശുവിന്റെ നാമത്തിൽ നീ സംസാരിക്കരുത്. യേശുവിന്റെ നാമത്തിൽ മിണ്ടി പോകരുത്, they told Peter.
Hallelujah. Yeah. And that Peter's ministry was an anointed ministry. He was the most blessed. If the shadow falls, they get healed. Oh, what kind of a ministry is that? And they are being warned not to speak in the name of Jesus. Come to verse 41 now, brother. Put verse 41. Look at verse number 41. They departed from the presence of the council, rejoicing, singing hallelujah, that they were counted worthy to suffer shame in the name of Jesus. Take this Exodus church today. പത്രോസിനെയും യോഹന്നാനെയും Oh, വിളിച്ച് വരുത്തി hallelujah. അടിപ്പിച്ചിട്ട് അവരോട് പറയുകയാ, ഇനി മേലാൽ യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി പുറത്തയക്കുമ്പോൾ അവർ ചെയ്തത് എന്താണ്? തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് അവർ പുറത്തുപോയി വീണ്ടും അവർ പ്രസംഗിച്ചു. Brother, sister, what we need is, oh, he's a great preacher, he's a great worship leader, oh, he's a healer, he's a man with the power of God, he's anointed. We want all that. Will you take shame in the name of Jesus if it comes to നമ്മൾ that? പറയാം, ഒരു വലിയ Oh, glory. മനുഷ്യനാണ്, വലിയ പ്രീച്ചറാണ്, അവൻ വലിയ ഹീലിംഗ് മിനിസ്ട്രി ഉണ്ട്, അവൻ ശക്തമായി പ്രസംഗിക്കും. പക്ഷേ ഒരു കാര്യം, ആ അടിയുടെ മധ്യത്തിലും അവന്റെ നാമത്തിനു വേണ്ടി ലജ്ജയും അപമാനവും ഏൽപ്പാൻ തക്കവണ്ണം അവൻ സമർപ്പിച്ചതുപോലെ നമുക്കും സമർപ്പിക്കാൻ കഴിയുമോ? Brother, sister, we are living in the end times. Be careful about show off ministries in the media today. പ്രിയ മക്കളെ, നമ്മൾ Hallelujah. അവസാന നാളുകളിലാണ്. മറ്റുള്ള മുമ്പിൽ പ്രഹസന ശുശ്രൂഷകളെ ഒഴിവാക്കാം. Everybody is an apostle, everybody is that, everybody is this, everybody is healing, everybody is prophesying. There is too much happening in the social media. Will you just look at the feet of the Lord and nowhere else? Church, receive that clarity in the name of Jesus today. സമൂഹ Oh, മാധ്യമങ്ങൾ hallelujah. എല്ലായിടത്തും അപ്പോസ്തലന്മാരാണ്, എല്ലായിടത്തും പ്രവാചകന്മാരാണ്, എല്ലായിടത്തും സൗഖ്യ ശുശ്രൂഷകന്മാരാണ്. ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാൻ കഴിയുന്ന ആരെങ്കിലും നിങ്ങളുണ്ടോ? Church of God, will you be very, very careful on this one aspect, please? ദൈവസഭയെ ഈ ഒരു മേഖല നാം വളരെയധികം കരുതലോടെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു If you ever find a ministry that's glorifying a man or money, please keep away, please. ഒരു മനുഷ്യനെയോ പണത്തെയോ ഉയർത്തുന്ന ഒരു ശുശ്രൂഷ കണ്ടാൽ ഓടി രക്ഷപ്പെട്ടേക്കണം. And today you're finding mega churches coming up which are of that category, and I'm sorry I have to tell that, because it is against the plan and the word of God. ഇന്ന് പല മെഗാ ചർച്ചസുകളും ആ തലത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ അത് ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമാണെന്ന് വിഷമത്തോടെ ഞാൻ പറയട്ടെ. And that's why the word of God, the Lord Jesus said very clearly in Matthew chapter 24, in my name they will come and deceptive philosophies will be said. They will say, here is the Messiah, there is the Messiah, here is the healing, there is the power. Please don't believe these things in the name of Jesus. Church, you got to be protected from such deception in the name of Jesus. അതുകൊണ്ടാണ് മത്തായി 24 അധ്യായത്തിൽ യേശു പറഞ്ഞത്, അവൻ എന്റെ നാമം എടുത്ത് ചിലർ വന്ന് അവർ ഇതാ മശിഹ ഇവിടെ എന്നും ഇതാ കർത്താവ് അവിടെ എന്നും പറയും. എന്റെ നാമത്തിൽ അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഒക്കെ ചെയ്യും. അതും എന്നാൽ നിങ്ങൾ അത് വിശ്വസിക്കരുത്. അന്ത്യകാലത്ത് വഞ്ചകന്മാർ എഴുന്നേറ്റ് വരും. Let us be careful and understand that we are in the end times today. നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കുക. നാം അന്ത്യകാലത്തിലാണെന്നുള്ള ഓർമ്മയിൽ ജീവിക്കുക. Brother, please put up Matthew chapter 24 verse number 6, please. ദയവായി 24:6 മത്തായി 24:6. Matthew 24:6. 24:6. Yeah, it goes like this. You will hear of wars and rumors of wars. Church, are you hearing that today? നിങ്ങൾ യുദ്ധങ്ങളെയും ശ്രുതികളെയും കുറിച്ച് കേൾക്കും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്തുവാ പറയുന്നത്? See that you are not troubled. അത് മലയാളത്തിൽ എങ്ങനെയാ പാസ്റ്റർ? ചഞ്ചലപ്പെടാതിരിക്കാൻ That സൂക്ഷിക്കുക. means please don't keep talking about the war and wasting your time. It has to happen. നിങ്ങൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടരുത്, അതിനെക്കുറിച്ച് ഭാരപ്പെടരുത്. I want you to look at that word. When you hear wars and rumors of wars, there is shelling, there is bombing, there is destruction. I mean, you don't get trouble. These things must come to pass, but the end is not yet come. That means, brother, sister, you better get prepared in the presence of God. Hallelujah. നിങ്ങൾ യുദ്ധങ്ങളെയും ശ്രുതികളെ കുറിച്ചും കേൾക്കുമ്പോൾ ചഞ്ചലപ്പെടരുത്, സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ട തന്നെ. പിന്നെ എന്താ ചെയ്യേണ്ടത്? അവന്റെ വരവനായി. Next verse, brother, verse number 7 of Matthew 24. Look at that. Nation will rise against nation. We are seeing that happening across. ജാതി ജാതിയോട്, രാജ്യം രാജ്യങ്ങളോടും എതിർക്കും. Kingdom against kingdom, and there will be famines and pestilence and earthquakes in various places. ക്ഷാമവും ഭൂകമ്പവും അവിടവിടെ ഉണ്ടാകും. അലസ്കയില് earthquake ഉണ്ടായിരുന്നു. അലാസ്കയിൽ ഭൂകമ്പം ഉണ്ടായി. 7.3 on the Richter scale. റിക്ടർ സ്കെയിൽ 7.3 രേഖപ്പെടുത്തി. There is flooding in Texas, which we all know. ടെക്സാസിൽ ഓൾറെഡി വെള്ളപ്പൊക്കമുള്ള നമുക്കറിയാം. There is flooding across the globe in various countries, we know. അനേക രാജ്യങ്ങളിൽ, ലോകവ്യാപകമായ അനേക രാജ്യങ്ങളിൽ പ്രളയം ഉണ്ടാകുന്ന നമുക്കറിയാം. But I want you to come to that word. There will be famines across. അവിടെ പിന്നെ അടുത്ത് പറയുന്നത് ക്ഷാമം ഉണ്ടാകും. ഈ ക്ഷാമം എന്ന് പറയുന്ന പൈസയുടെ കുറവോ ആഹാരത്തിന്റെ കുറവോ അല്ല. ഇന്നലെ വരെ Microsoft has sent home 15,000 people from their own company. That is the famine that's coming.
ഇന്നലെ വരെ മൈക്രോസോഫ്റ്റ് കമ്പനി 50,000-ഓളം ആളുകളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അങ്ങനെയുള്ള ക്ഷാമമാണ് വരാൻ പോകുന്നത്. I have the message from Microsoft with me. The HR of Microsoft Global has sacked 15,000 people yesterday, and he says we are replacing it with AI. നമ്മൾ 50,000 ആളുകളെ പുറത്താക്കിയിട്ട് AI പകരക്കാരെ വെക്കുകയാണ്. I have the photocopy with 15,000 people, and the rest of the employees in Microsoft, you better prepare yourself on AI tools because your performance appraisal will be based on that. നിങ്ങൾ അടുത്ത എംപ്ലോയിയോട് പറയുകയാണ്, നിങ്ങൾ AI-ക്ക് വേണ്ടി പ്രിപ്പയർ ആയിക്കൊള്ളണമെന്ന് അവരോട് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. Brother, sister, Amazon is downsizing, Google is downsizing, Microsoft is downsizing, IBM is downsizing. You name the big companies, they're all downsizing. Our children are not getting a job when they're out of college. This is the famine that the word of God is talking about. Hallelujah. പ്രശസ്തമായ ആമസോൺ അടക്കമുള്ള അനേക കമ്പനികൾ അതിലെ തൊഴിലാളികളുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. കോളേജിൽ പഠിച്ചിറങ്ങുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. അതാണ് വരാൻ പോകുന്ന ഏറ്റവും വലിയ ക്ഷാമം. There will be famines, there will be earthquakes, there will be pestilences. Nation will fight against nation. And if your Bible so many thousands of years ago, the words of Jesus is there, I tell you, brothers and sisters, children who know the Bible, the word of God, we got to come down to the feet of the Lord. There is no time better than this, that we understand the current events to know my Jesus is alive. ജാതിയോടും രാജ്യങ്ങളുടെ എതിർക്കും, യുദ്ധങ്ങളെയും യുദ്ധശ്രുതികൾ കേൾക്കും, ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധികളും ഉണ്ടാകും. ആമേൻ. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു ദൈവവേദൽ കരുവേണ്ടത് ഇതാണ്, ദൈവവചനം എന്നെ എന്ത് പഠിപ്പിക്കുന്നു, അവന്റെ വരവിനായി ഒരുങ്ങുക എന്നതാണ്. Church, we have to be careful in this end time. Brother, can you put up Revelation chapter 13 verse number 15 on the screen, please? ബ്രദറെ, നമ്മൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം ഈ കാര്യങ്ങളിൽ. വെളിപ്പാട് 13:15 നമുക്കൊന്ന് ഇടാമോ? Please read that verse. And it was granted to give breath to the image. Man, an image can breathe, pastor. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടവന് അതിന് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. What are you reading? പ്രതിമ സംസാരിക്കേണ്ടവന് അതിന് ആത്മാവിനെ കൊടുപ്പാൻ. The image can breathe, that and the image should speak, and the image can kill anybody that would not worship it. അങ്ങനെയെങ്കിൽ this is AI in action, this is robotics in action. Hallelujah. Receive it in the name of Jesus today. This is what the Bible told you 2,000 years ago. പ്രതിമ സംസാരിക്കേണ്ടതിനും ആളുകളെ കൊല്ലേണ്ടതിനും അവരെ ആരാധിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിനും പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവന് ബലം ലഭിച്ചുവെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അവൻ പിശാച് അതിന്റെ അവസാനത്തെ റോൾ AI-യിലൂടെ, റോബോട്ടിക് സയൻസിലൂടെ അതിന്റെ ഭരണം ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് നമുക്ക് കാണിച്ചു തരിക. Brothers and sisters, you like it or not, you and I are becoming a victim of AI today. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാം ഓരോരുത്തരും AI-യുടെ ഇരകളായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. Amen. Please put up Revelation 17 verse number 10, please. 17:10 Revelation 17 and verse number 10. Yeah. Can you read that verse? അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞൊന്ന് ഇരിക്കേണ്ടതാകുന്നു. എത്ര രാജാക്കൾ ഉണ്ടായിരുന്നു? 7 രാജാക്കന്മാരുണ്ടായിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും G7 എന്ന് കേട്ടായിരുന്നോ? നിങ്ങൾ G7 എന്ന് കേട്ടിട്ടുണ്ടോ? G7 എന്ന് അടിച്ചു നോക്കുമ്പോൾ 7 രാജ്യങ്ങളുടെ പട്ടിക നിങ്ങളുടെ മുമ്പിൽ വരും. Okay, go to Revelation chapter 17 verses 1 and 2. Revelation 17 1 and 2. വെളിപ്പാട് പുസ്തകം 17:1-2 വേദഭാഗങ്ങളിലേക്ക് വന്നു. Look at that. Then one of the 7 angels who had the 7 bowls came and talked to me saying, "Come, I will show you the judgment of the great harlot." ഒരു angel, ഒരു ദൂതൻ അവനെ യോഹന്നാനെ വിളിച്ചുകൊണ്ട് പോയി കാണിക്കുന്ന ഒരു കാഴ്ചയാ. Second verse ഇട്ടാട്ട് അടുത്ത വാക്യം വായിച്ചാൽ മതി പാസ്റ്റർ. Second verse. Yes. ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. എന്ന് ദൂതൻ പറഞ്ഞു. അടുത്ത വാക്യം ഇട്ടാട്ടെ, മൂന്നാമത്തെ വാക്യം. Yes. So he അവനെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണ നാമങ്ങൾ നിറഞ്ഞ കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത്. ആ സ്ത്രീക്ക് എത്ര തലയായിരുന്നു? ആ സ്ത്രീക്ക് എത്ര തല ഉണ്ടായിരുന്നു? 7 തല. 7 തല, 7 രാജാക്കന്മാര്. 17 താഴോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് അത് കാണാം. അതിന്റെ താഴോട്ട് വായിക്കുമെന്ന് പറയും 7 തല എന്ന് പറയുന്നത് 7 രാജാക്കന്മാരാണ്. 10 കൊമ്പ് എന്ന് പറയുന്ന 10 ലീഡിംഗ് റിലിജൻസ് ഓഫ് ദിസ് വേൾഡ്, ദി റിലീജിയസ് ഹെഡ്സ് ഓഫ് ദിസ് വേൾഡ്. 10 കൊമ്പെന്ന് പറയുന്നത് ലോകത്തിലെ പ്രഥമമായി നിൽക്കുന്ന അല്ലെങ്കിൽ ലീഡിംഗ് ആയി നിൽക്കുന്ന 10 മതങ്ങളെയാണ് കാണിക്കുന്നത്. ബ്രദർ, Revelation 17:12-13 ഒന്നിടാമോ? 12 13 ഒന്നിടാമോ? 12-13. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോട് ഒന്നിച്ച് 1 നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ സിസ്റ്റർ, ഒരു കാര്യം ശ്രദ്ധിക്കണം. The 10 horns you saw are 10 kings and they have no kingdom. Without a kingdom, how can you be a king?
10 രാജാക്കന്മാരുണ്ട്, പക്ഷെ അവർക്ക് രാജ്യമില്ല, രാജത്വമില്ല. രാജ്യമില്ലാത്ത 10 രാജാക്കന്മാരാണ് മതത്തലവന്മാർ. രാജ്യമില്ലാത്ത 10 ഓ രാജാക്കന്മാർ. ഹല്ലേലൂയ. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മുടെ വേദപുസ്തകം എത്ര ക്ലിയർ ആയിട്ട് നമുക്കിത് പറഞ്ഞു തരുമ്പോൾ ഇത് മനസ്സിലാക്കാൻ വയ്യാത്ത രീതിയിൽ ഇന്റർനെറ്റും വെച്ചോണ്ട് യൂട്യൂബും കണ്ടുകൊണ്ടിരിക്കാനല്ല. I want you to know the word of God, the power of the word of God, the prophecy that the Bible is giving for his children. I tell you, receive that in the name of Jesus today. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇത്രയൊക്കെ വ്യക്തമായി പരിശുദ്ധാത്മാവ് നമുക്ക് തിരുവെഴുത്തിൽ കാണിച്ചു തരുമ്പോൾ ഇതെല്ലാം കണ്ടിട്ടും പിന്നെയും യൂട്യൂബും ഫേസ്ബുക്കും കണ്ട് സമയം വൃഥാവാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ടല്ല. നടക്കാൻ പോകുന്ന സത്യങ്ങളെ തിരുവെഴുത്ത് നമുക്ക് വെളിപ്പെടുത്തുകയാണ്. ഒരു വലിയ കാര്യത്തിനായി, വരവിനായി നമുക്ക് ഒരുങ്ങാം. I will show you one big secret. ഈ ചർച്ച് എങ്ങനെ ഡിസെപ്റ്റീവ് ആകുന്നതെന്ന് അറിയാവോ? കണ്ടാ തോന്നും വലിയ ആരാധനയാ, കണ്ടാ തോന്നും ദൈവ സാന്നിധ്യമാ, കണ്ടാ തോന്നും സത്യത്തിലുള്ള ആരാധനയാ, മെസ്സേജാ, പവറാ, anointing of the Holy Spirit, but it is total deception and evil. Be very very careful about that. പല വലിയ ചർച്ചകളെ നാം കാണുമ്പോൾ ശരിക്കും ആത്മീകമായി മുൻപോട്ട് പോകുന്നത് പോലെ തോന്നുമെങ്കിലും അതിനകത്ത് നടക്കുന്ന വലിയ വഞ്ചന നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയാണ്. I will show you that. Revelation 17 ന്റെ 4-ാമത്തെ വാക്യം ഒന്ന് ഇടാമോ? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 17:14 ഇടാമോ? The woman was, നോയിക്കോണേ, ആ സ്ത്രീയുടെ അലങ്കാരം ഒന്ന് നോയിക്കോണേ. The woman was arrayed in purple and scarlet. She was adorned with gold and precious stones, and in her hand was a golden cup full of abominations and filthiness. ആ കപ്പിനകത്ത് മാത്രം വൃത്തികേടുണ്ട്. അവളെ കാണാൻ ഭയങ്കര രസമാണ്. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടുംചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. ഒരു കാര്യം, ബാക്കി എല്ലാം നന്നായിരിക്കുന്നു, പക്ഷെ സ്വർണ്ണ പാനപാത്രത്തിനകത്ത് മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞിരിക്കുകയാണ്. അവളെ കാണുമ്പോഴേ ഫുള്ളി ഡെക്കറേറ്റഡ്, നല്ല കോസ്റ്റ്ലി ക്ലോത്തിങ്, ബ്യൂട്ടിഫുള്ളി എംബ്രോയിഡർഡ് പർപ്പിൾ ക്ലോത്തിങ്, നല്ല പേൾസ് ആൻഡ് ഗോൾഡ്. ഷീ ഈസ് അബ്സല്യൂട്ട്ലി ഡെക്കറേറ്റഡ്, വെരി പ്രസന്റബിൾ, വെരി ഡിസൈറബിൾ. അവളെ കാണുമ്പോൾ തന്നെ വളരെയധികം അലങ്കരിക്കപ്പെട്ടവളായി ധൂമ്രവർണ്ണമിട്ട് കടുംചുവപ്പിട്ട് പൊന്നും മുത്തും രത്നവും അണിഞ്ഞ് വളരെ മനോഹര രൂപിയാണ്. അവൾ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇനിയൊരു മണവാട്ടിയും കൂടെ ഒന്ന് കാണാമോ? Revelation 21 verse number 1. അവൾ അവിടെ നിൽക്കുമ്പോൾ മറ്റൊരു സ്ത്രീയെ കൂടെ നമുക്ക് നോക്കാം. വെളിപ്പാട് 21:1 ഒന്നാം വാക്യവും രണ്ടാം വാക്യം. Now I saw a new heaven and a new earth. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും passed away and there was no more sea. പാസ്റ്റർ അത് മലയാളത്തിൽ ഒന്ന് ഞാൻ വായിച്ചു. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പക്ഷേ രണ്ടാമത്തെ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട മണവാട്ടി പോലെ. ഓ, റിസീവ് ദാറ്റ് ചർച്ച് ടുഡേ. ദൈവരാജ്യത്തിന്റെ അലങ്കാരത്തെ കോപ്പി ചെയ്യുന്ന ശത്രുവിന്റെ വേഷം ഒന്നുണ്ട്. Amen. The New Jerusalem coming down out of heaven from God, prepared as a bride adorned for her husband. Satan will wear the scarlet, Satan will have the gold, Satan will have the pearls and will look very very decorated with the golden bowl. പുതിയ മണവാട്ടി സഭ അതേപോലെ അലങ്കരിക്കപ്പെട്ടതിന്റെ കോപ്പി അടിക്കുന്ന സഭ നിന്റെ നടുക്ക് നിറവേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിൽക്കുന്ന. Please understand the word of God today, church. ജെറുസലേം എന്ന സഭ ഭർത്താവിന് വേണ്ടി അലങ്കരിക്കപ്പെട്ടവളായി ഇറങ്ങി വരുന്നത് പോലെ തന്നെ അപ്പുറത്ത് വേറൊരു സഭ സ്വർണവും ധൂമ്രവർണ്ണവും മുത്തും ധരിച്ച് അലങ്കരിക്കപ്പെട്ടവളായി കയ്യിൽ സ്വർണ്ണപാത്രവുമായിട്ട് നിൽപ്പുണ്ട്. പക്ഷേ ആ പാത്രത്തിനകത്തുള്ളത് മ്ലേച്ഛതയും അശുദ്ധിയുമാണ്. I want you to be careful in the presence of God about who we need to be. നമ്മൾ ആരാകണം എന്നുള്ളത് ദൈവ സന്നിധിയിൽ നിന്ന് ശരിയായി പഠിക്കേണ്ടവന് അവന്റെ സന്നിധിയിൽ നാം കാത്തിരിക്കണം. Revelation chapter 19 verse number 8 brother. Hallelujah. Thank you Holy Spirit. വെളിപ്പാട് പുസ്തകം വെളിപ്പാട് 19:8 ഒരു സഭ ധരിക്കേണ്ട വസ്ത്രത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്യമാണ്. Yes please. And to her ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ. ആരുടെ നീതിയാ പാസ്റ്റർ? വിശുദ്ധന്മാരുടെ. ഈ വിശുദ്ധന്മാർ എവിടെ ഇരിക്കുന്നതാണ്? ഇരിപ്പുണ്ട് ഇവിടെ മുഴുവൻ. Amen. My dear brother, sister, the fine linen is the righteous acts of God's people. Hallelujah. വിശേഷ വസ്ത്രം എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ അത്രേ. Exodus church, do you call yourself as the children of God? എക്സോഡസ് സഭയെ നിങ്ങൾക്ക് ദൈവത്തിന്റെ മക്കളായി നിങ്ങളെ തന്നെ കാണാൻ കഴിയുന്നുണ്ടോ? That means your righteousness and your holiness is the adorning that you will receive from God to be the church that God wants you to be. അതിന്റെ അർത്ഥം നിങ്ങളുടെ നീതിയും വിശുദ്ധിയുമാണ് ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിങ്ങളുടെ അലങ്കാരം. I'm telling you church, let us humble ourselves in the presence of God. ഈ ദൈവം എത്ര വലിയവനാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല, മനസ്സിലാകത്തില്ല, ബ്രെയിൻ കപ്പാസിറ്റി ഇല്ല.
അമ്മൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ നമുക്ക് താഴാം. Because we cannot understand that how great is our God. Put verse number 9, brother. Look at verse number 9. Blessed are the ones who are invited to the wedding of the Lamb. And he said, blessed are the ones who are invited to the marriage of the Lamb. And he said to me, these are true sayings of God. എന്തിനാ റെവലേഷനിൽ ഇത് സത്യമാണ് എഴുതേണ്ട ആവശ്യം ഉണ്ടോ ദൈവജനമേ? പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്ന് എന്നോട് പറഞ്ഞു. ഇതൊക്കെ സത്യവചനമല്ലായിരുന്നു. മറ്റുള്ളവർ എഴുതിയൊന്നും സത്യമായിരുന്നില്ലേ? You know why ദൈവം തന്നെ ഇത്രയും റീഇറ്ററേറ്റ് ചെയ്ത ഒരു വാക്കിൽ ഇത് സത്യവചനം എഴുത് യോഹന്നാനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ church we better bow down before that word. Hallelujah today. If God could have write these are the true sayings of God, we should be bow down. That much of importance God is giving his സഭയെ ഞാൻ നിങ്ങളെ നോക്കി ഞാൻ ചോദിക്കുക, would you be invited to the wedding of the Lamb? അതെത്രത്തോളം പ്രധാനമാണെന്ന് ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണം. സഭയെ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങൾ വിവാഹത്തിന് നിങ്ങൾ വിവാഹത്തിന് ക്ഷണിക്കപ്പെടണമെങ്കിൽ വിവാഹത്തിന്റെ വസ്ത്രം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണം. ക്ഷണിക്കപ്പെടുവാൻ ആ വസ്ത്രം ഉണ്ടായിരിക്കണം. And that vastram is nothing but holiness and righteousness, pastor. Hallelujah. Glory to God. Glory to God. Glory to God. That is why Matthew 5:8 said, without holiness you will never see your God. അതുകൊണ്ടാ മത്തായി 5:8 പറഞ്ഞത് വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണാൻ കഴിയില്ല, കാണത്തില്ല. That is why Matthew 5:48 said, be perfect as your heavenly Father is perfect. Hallelujah. 5:48 പറഞ്ഞപ്പോൾ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവീൻ. Brother, come back to Revelation 19 and that 9th verse, repeat it again please. Glory to God. 19:9 വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വെളിപ്പാട് 19:9 and he said these are the true sayings of God. ഇത് ആ ദൂതൻ യോഹന്നാനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ there was a problem. Let's look at verse number 10. പ്രശ്നം എന്നാ നമുക്കൊന്ന് നോക്കാമോ? Then he said to me, 10th verse, I fell at the feet to worship him. Pastor, ഇതാണ് നമുക്കെല്ലാം മനസ്സിലാകാതെ. മൂന്നാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട യോഹന്നാന് പോലും ദൈവമാരാ ദൂതനാരാന്ന് മനസ്സിലായില്ല. ഞാനും നിങ്ങൾ ഇവിടെ ഇരിക്കുക കൊച്ചിയിൽ ഇരുന്നുകൊണ്ട് ഐ നോ ഹിം, എനിക്കറിയാം യേശു ആരാന്ന്, എനിക്കറിയാം ആ ദൈവം ആരാന്ന്. ആ കർത്താവ് എന്നോട് സംസാരിക്കാറുണ്ട്, പറയാറുണ്ട്. പ്ലീസ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ് ബ്രദർ സിസ്റ്റർ ടുഡേ. നമ്മൾ പലപ്പോഴും പറയാറില്ല കർത്താവിനെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. മൂന്നാം സ്വർഗത്തിൽ എടുക്കപ്പെട്ട യോഹന്നാന് പോലും ദൈവത്തെയും ദൂതനെയും തിരിച്ചറിയാൻ പറ്റിയില്ല. ദൂതന്റെ മുമ്പിൽ വീണ് യോഹന്നാൻ ആരാധിക്കാൻ തുടങ്ങി. ദൂതൻ പറഞ്ഞു, see that you don't do this, I am also just a servant man. ദൂതൻ ഇങ്ങനെയാണ് പറഞ്ഞത്, എന്നെ ആരാധിക്കരുത്, ഞാൻ നിങ്ങൾക്കും നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ, ദൈവത്തെ നമസ്കരിക്കാം. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ. My dear church, my dear believers, if a John who is so pious and lifted to the third heaven, such a blessed man who wrote the book of Revelation and saw heaven and its glory, if that man did not understand the glory of God, how much can you and I understand? ദൈവമൈതലേ, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനും സ്വർഗത്തിലെ ആരാധനയും ശുശ്രൂഷകളും എല്ലാം കണ്ട് വെളിപ്പാട് പുസ്തകം രചിക്കാൻ ദൈവം കൃപ നൽകിയ ആ അപ്പോസ്തലനായ യോഹന്നാന് ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം? Brothers and sisters, ആ ദൈവമായി എന്നെ സൃഷ്ടിച്ചത്, അവൻ സൃഷ്ടിച്ച ഈ ബ്രെയിൻ അവൻ ആരാന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. The God created our brain. This brain cannot understand God enough. Unless the Lord permits, you cannot see him, you cannot understand. ദൈവം അനുവദിക്കാതെ, ദൈവം മനസ്സിലാക്കി തരാതെ നമുക്ക് ദൈവത്തെ ഗ്രഹിച്ചറിയാൻ കഴിയത്തില്ല. I'll tell you a beautiful statement. Relationship with God cannot be earned. It is a gift of God. ദൈവത്തോടുള്ള ബന്ധം സമ്പാദിക്കാൻ പറ്റുന്നതല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. Can you put up please? I don't know why pastor, Holy Spirit is taking me to another level. We need to understand this Jesus. കുറച്ചൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. Luke chapter 24 verse number 28. Yes, 20. നമുക്ക് യേശുവിനെ കുറെ കൂടെ നന്നായിട്ട് അറിയേണ്ടതുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24:28. അവർ പോകുന്ന ഗ്രാമത്തോട് അടുക്കുമ്പോൾ മുന്നോട്ട് പോകുന്ന രണ്ടുപേരോടുകൂടെ നടന്ന് എമ്മാവുസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് പോവുക. നമുക്കൊക്കെ അറിയാം അല്ലേ? പക്ഷേ look at that, they drew near the village where they were going and he indicated that he would have gone further. അത് മലയാളത്തിൽ ഒന്ന് വായിച്ചാട്ടെ പാസ്റ്റർ. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു.
Hey, we have to understand, brother, sister, ഇത് ചിരിക്കാൻ പറഞ്ഞല്ല. ഇത് ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. കർത്താവ് ചിലത് അഭിനയിച്ച് കാണിക്കാനൊക്കെ കഴിയും. കർത്താവ് അഭിനയിച്ച് കാണിക്കും. കർത്താവ് അവരോട് പോകുന്ന പോലെ ഭാവിച്ചു. പോകണമെന്ന് പുള്ളിക്ക് മനസ്സിലില്ല, പക്ഷെ ഞാൻ പോകും, ഇവന്മാരെന്നെ വിളിക്കുവോ. I mean, he's just acting. Receive it in the name of Jesus today. Jesus was indicated that he would go on up farther. He was thinking whether they ever called me back. Brother, sister, നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിലേക്ക് നിന്നെ കടത്തി വിട്ടേച്ച് കുറച്ചു നേരം മാറി നിന്ന് യേശു നോക്കും, ഇവൻ തിരിച്ചെന്നെ വിളിക്കുവോ ഇല്ലയോ. ഹല്ലേലൂയ. ഇവന്റെ ആശ്രയം ഞാൻ തന്നെ ആണോ അല്ലയോ. Receive that in the name of Jesus today. Hallelujah. 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 I tell you, this is powerful. Church, you need to understand that നിന്നെ കൈവിടുന്ന ദൈവം അല്ല അവൻ. സഭ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. അവൻ നമ്മെ കൈവിടുന്ന ദൈവമല്ല. ആ ഗ്യാപ്പിൽ സാത്താൻ കയറി വന്ന് പറയും, കണ്ടോ നിന്റെ എല്ലാം കൈവിട്ടു, നിന്റെ പ്രാർത്ഥന എവിടെ, നിന്റെ വിശ്വാസം എവിടെ, നീ ഉപവസിച്ചു, നീ ചർച്ചിൽ പോയി, എന്ത് പറ്റി, നിന്റെ ജീവിതം കണ്ടോ. അപ്പോഴായിരിക്കും നിന്റെ റിലേറ്റീവ് വിളിച്ചേച്ച് പറയുന്നത്, നീയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്ത് നേടി, ഞങ്ങളെ കാണ്. അന്നേരം നമ്മൾ കരഞ്ഞു വിളിച്ചു, പാസ്റ്റർ എന്താ പാസ്റ്റർ, ഇത്രയും ഞങ്ങൾ ദൈവത്തെ വിളിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ ഇനിയും ഇങ്ങനെ തന്നെയല്ലേ പാസ്റ്റർ എന്ന് പറയുന്നുണ്ടോ. Your God is just letting you go and he's watching you, brother. ദൈവം നിന്നെ ആ പ്രതിസന്ധിയിലൂടെ പോകാൻ അനുവദിച്ചിട്ട് നിന്നെ അവൻ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്, നീ എന്താണ് അടുത്ത് പ്രതികരിക്കാൻ പോകുന്നതെന്ന് കാണാൻ. എന്നെ പലപ്പോഴും ദൈവം മുന്നേ വിട്ടിട്ട് വാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ തിരിച്ചു വന്ന് ചോദിക്കും, why Lord? Same happened me many times. Yeah, many times it has happened. It is happening right now. I'm going through something. He's just watching. പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിക്കുന്നു, ഇനിയും സംഭവിക്കും. I said, Lord, I'll wait till you watch. കർത്താവേ, I'll wait till you watch, Lord. It's okay, Father. കാത്തിരിക്കും, നീ എന്നെ നോക്കുന്നത് കാണാൻ ഞാൻ ഇപ്പോഴും കാത്തിരിക്കും. അവൻ സ്നേഹിക്കുന്നവനെ മാത്രം ചില പാതകളിൽ അവൻ കടത്തിവിടും. Amen. സ്തോത്രം. Hallelujah. Amen. Can you put up Job chapter 2 verse number 10? It's a beautiful word. യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. Holy Spirit is giving me that word. I mean, my dear brothers and sisters, Job തന്റെ ഭാര്യയെ നോക്കി പറയുന്ന ഒരു വാക്ക്. He said to her, you speak as a foolish woman speaks. Shall we who accept only good from God, and shall we not accept adversity? In all this Job did not sin with his lips. അവൻ തന്റെ ഭാര്യയോട് പറ, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തിട്ടില്ല. ഇയ്യോബ് ദൈവത്തോട് ഒരു ചോദ്യം പോലും ചോദിച്ചില്ല. സിസ്റ്റർ, ദൈവം എത്ര തീം, അവന്റെ പിള്ളേര് പോയി, അവന്റെ സ്വത്ത് പോയി, അവൻ റോഡിൽ വന്ന് പട്ടി നക്കുക അവന്റെ ശരീരത്തിൽ, എന്നിട്ടും അവൻ ചോദ്യം ചോദിച്ചില്ല. ദൈവത്തിൽ നിന്ന് നന്മ മാത്രം പ്രാപിച്ച മതിയോ? എക്സഡസ് ചർച്ച് നന്മയ്ക്ക് വേണ്ടി തരുന്ന സഭയായിരിക്കല്ല നീ. Amen. Receive it today. He went Glory. through many struggles, many sufferings. Hallelujah. He lost his children, he lost his possession, everything. But even in all this job, didn't sin with his lips. Job did not even tell a word against God. Please understand that. That is why this morning we read in Psalm 141:3, Lord, set a guard over my lips and put a watch over my mouth. Oh, receive that anointing, church, today. Let your words be sanctified for his glory. Let every word of yours be blessed through the power of the Holy Spirit. ഇവ എല്ലാത്തിലും ഇയ്യോബ് അധരം കൊണ്ടൊരു വാക്ക് കൊണ്ട് പോലും ദൈവത്തിന് വിരോധമായി പാപം ചെയ്തില്ല. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ നമ്മൾ വായിച്ചത്, എൻ്റെ അധരങ്ങൾക്ക് ഒരു കാവൽ നിർത്തി, എൻ്റെ വായെ സൂക്ഷിക്കണമേ. ഇന്ന് രാത്രി അതിന്ന് നമുക്കൊന്ന് സ്വീകരിക്കാം. ആ ദൈവ കൃപയെ നമുക്ക് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാം. ഹല്ലേലൂയ. ഇന്ന് ഈ റൂമിൽ ഇരിക്കുന്ന നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്താവാനോ ദൈവം ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല അല്ലേ. പറഞ്ഞിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓൾറെഡി സ്വർഗത്തിൽ ഇരിക്കേണ്ടവരാ, ഇവിടെ ഇരിക്കാൻ പാടില്ല. I'm telling you, brothers and sisters, today, ആ ദൈവത്തിന്റെ സന്നിധിയിൽ മുറുമുറുക്കണ്ടവരല്ല നമ്മൾ. We are not the people to grumble in the presence of God. Philippians chapter 4 verse number 6, brother. Glory to God. ഫിലിപ്പർ 4:6. 4:6 വാക്യം. Yes, Philippians chapter 4 verse number 6. Be anxious for nothing. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അങ്ങനെയാണോ പാസ്റ്റർ? ഒന്ന് നിർത്താമോ? That Malayalam is beautiful. ഒന്നിനെ കുറിച്ചും വിചാരം ഇല്ലാത്തവർ മാത്രം ഒരു ഹല്ലേലൂയ പറയാമോ? ഉണ്ടോ? ആരും ഇല്ലേ? നോ ഹല്ലേലൂയ പാസ്റ്റർ. This church has no hallelujah, pastor. ഇവിടെ ഒരു ഹല്ലേലൂയ പോലും വരുന്നില്ല പാസ്റ്റർ. ഒന്നിനെ കുറിച്ചും be anxious for nothing. No worry about tomorrow. എന്റെ ഫ്ലൈറ്റ് ക്രാഷ് ആവുമോ, നാളെ കുറിച്ച് ഒരു വിചാരവുമില്ല. എന്റെ ഫ്ലൈറ്റ് ക്രാഷ് ആകുമോ ഇല്ലയോ എന്ന് ഒരു ചിന്തയോ വരുമോ, എനിക്ക് ഡ്രസ് ഉണ്ടോ, തുണിയുണ്ടോ, പണമുണ്ടോ, ATM ക്യാഷ് ഉണ്ടോ, ഐ എം നോട്ട് ബോതേർഡ് എന്ന് പറയാൻ അങ്ങനത്തെ വിശ്വാസത്തിൽ നിൽക്കാൻ പറ്റിയ വിശ്വാസി എവിടെ? I'm asking you, church, today, don't depend on the resources that are available with you. Hallelujah. നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ കയ്യിലുള്ള നിക്ഷേപങ്ങളിൽ നിങ്ങൾ ആശ്രയിക്കരുത്. Depend on the provider of the resources. Glory. Hallelujah. ദൈവത്തെ Hallelujah.
Hallelujah. I mean, that's what, be anxious for nothing, but in everything by prayer and supplication with thanksgiving. എനിക്ക് ഒന്നുമില്ല കർത്താവേ, അങ്ങേക്ക് നന്ദി അപ്പച്ച. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാൽ അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ. അപ്പൊ പോക്കറ്റിൽ കാശില്ലെങ്കിലും നന്ദി യേശുവേ നിനക്ക് സ്തോത്രം എന്ന് പറയാൻ പറ്റണം. Amen. Amen. Even if your pocket is empty, you should have the capacity to give thanks to the Lord. You know, when you don't feel like praying, you still got to be ready to worship the Lord. Hallelujah. പ്രാർത്ഥിക്കാനായിട്ട് തോന്നിയില്ലെങ്കിലും നീ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായിക്കൊള്ളണം. മേരിയമ്മയുടെ പിള്ളേർ മരിച്ചാലും she is ready to worship the Lord. Hallelujah. Amen. മേരി മാതാവിന്റെ കുട്ടികൾ മരിച്ചാലും അവൾ ദൈവത്തെ സ്തുതി പറയാനും ആരാധിക്കാനും തയ്യാറായി. What about you, my dear brother? What about you, my dear sister? Would you still worship the Lord if you lose the blessings you have today? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടാലും നിങ്ങൾ ദൈവത്തെ അതുപോലെ ആരാധിക്കാനും സ്തുതിക്കാനും ഒരു ചർച്ചിലും ആരും പ്രസംഗിക്കാത്ത പോയിന്റ് ഞാൻ ഇന്ന് പറയുന്നത്. നിനക്ക് അനുഗ്രഹം കിട്ടൂന്നല്ല, വിടുതൽ കിട്ടൂന്നല്ല, നിനക്ക് നന്മ വരൂന്നല്ല, നിന്റെ ഉള്ളതും കൂടെ പോയാ നീ ആരാധിക്കുമോ? Oh, I am telling you brother today. Glory, hallelujah. Thank you Jesus. Thank you Jesus. എൻ്റെ കയ്യിൽ ഉള്ള നന്മ നഷ്ടപ്പെട്ടാലും, oh Lord, the reason I live is to worship you. Oh, എല്ലാം നഷ്ടപ്പെട്ടാലും thank you Holy Spirit. ജീവിച്ചിരിക്കുന്നത് അങ്ങയെ സ്തുതിപ്പാനായിട്ടത്രേ, അങ്ങയെ ആരാധിക്കുവാനായിട്ടത്രേ എന്ന് എത്ര പേർക്ക് പറയാം. Hallelujah. Brother, sister, the status of our life is not on how much we have. The status of your life is in how small you can be in the presence of God. നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിലുള്ള സ്റ്റാറ്റസ് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്നല്ല, ഒന്നുമില്ലെങ്കിലും നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നുമില്ലായ്മയിലും നിൽക്കുന്നു എന്നുള്ളതാണ് നിന്റെ യഥാർത്ഥ സ്റ്റാറ്റസ്. വചനം എന്തോ പറയുന്നത്? The greatest in the kingdom of God is the servant of all. Amen. ദൈവവചനം ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ നിങ്ങളുടെ ഏറ്റവും വലിയവനായിരിക്കും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ, ഞാൻ പാപികളിൽ പ്രധാന പാപി. അപ്പോസ്തലനായ പൗലോസിന് അറിയാം സ്വർഗ്ഗത്തിൽ സ്ഥാനം പിടിക്കണമെങ്കിൽ എങ്ങനെ പറയണം. Amen. Glory to God. Brother, sister, എനിക്ക് അത് കിട്ടി ബ്രദർ, എനിക്ക് ഇത് കിട്ടി പാസ്റ്റർ, എൻ്റെ മോൻ അവിടെ പാസ്റ്റർ, എൻ്റെ ലൈഫിൽ ഇങ്ങനെ, എൻ്റെ ജോലിയിൽ ഇങ്ങനെ, ഞാൻ അങ്ങനെ, my status is this, my designation is this, I'm going to Europe, I'm going to US, I'm doing this, I'm doing that. Let us shut up, brother, sister. Let's come into the presence of God and say, pastor, I am nothing. പദവി അതാണ് ഇതാണെന്ന് പറയാതെ ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ അപ്പാ എനിക്ക് ഒന്നുമില്ല, ഞാൻ ഒന്നുമല്ല എന്ന് പറയാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് കഴിയട്ടെ. Would you allow God to look into the bottom of your heart? നിന്റെ ഹൃദയത്തെ ഒന്ന് തൂക്കി നോക്കാൻ അനുവദിക്കാവോ? Oh Jesus. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ കരം കൊടുക്കാമോ ഒന്ന് തൂക്കി നോക്കാൻ? കർത്താവേ, when you look at me you will find nothing wrong in me. അപ്പോൾ എന്നെ അങ്ങ് നോക്കുമ്പോൾ ഒരു തെറ്റും അങ്ങ് എന്നിൽ കാണരുത് എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? You know, ന്യായവിധിയുടെ ദിവസം, the day of judgment is going to come and you and I are going to face it. ന്യായവിധിയുടെ ദിവസം വരികയാണ്, നമ്മൾ ഓരോരുത്തരും ആ ന്യായവിധിയെ അഭിമുഖീകരിക്കാൻ പോകുന്നു. അന്നത്തെ ദിവസത്തെ കുറിച്ച് ഒന്ന് കെയർഫുൾ ആയി ഇരുന്നോണേ ബ്രദർ സിസ്റ്റർ. We should be very careful about the day of judgment. Extremely careful about the day of judgment. ഏറ്റവും ശ്രദ്ധാലുക്കളായിരിക്കണം ന്യായവിധിയുടെ ദിവസത്തെ. You know why? എന്തുകൊണ്ടെന്ന് അറിയാമോ? When Saji Abraham is being judged before the judgment throne, ന്യായവിധിയുടെ സിംഹാസനത്തിന്റെ മുമ്പിൽ സജി എബ്രഹാം ന്യായം വിധിക്കപ്പെടുമ്പോൾ, oh, the books will be opened. പുസ്തകങ്ങൾ തുറക്കപ്പെടും. And Jesus will stand there. യേശു അവിടെ നിൽക്കും. And he will call somebody for a testimony about Saji Abraham. സജി എബ്രഹാമിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ കർത്താവ് ആരെങ്കിലും ഒരാളെ വിളിക്കും. ആരെയാണെന്നറിയാവോ? ആരെയാണെന്നറിയാമോ? എക്സഡസ് ചർച്ചിലെ പാസ്റ്റർ അല്ല, എബി പാസ്റ്റർ അല്ല വിളിക്കുന്നത്, ഞാൻ കെട്ടിയ എൻ്റെ ഭാര്യ അല്ല, ഭാര്യയല്ല വിളിക്കുന്നത്, എൻ്റെ മക്കളെ അല്ല, not my children. ട്രാൻസ്ലേറ്റ് ചെയ്ത പാസ്റ്റർ അല്ല, ഇയാൾ പറഞ്ഞതിനൊന്ന് സാക്ഷി പറയാവുന്ന ഈ പാസ്റ്ററോടല്ല. Not God calling translated pastor. For each one of us he is going to call something to tell a testimony. Do you know who that is? നമ്മളെ ഓരോരുത്തർക്കും വേണ്ടി സാക്ഷ്യം പറയാൻ കർത്താവ് ചിലരെ വിളിക്കും. ആരാണെന്ന് അറിയാമോ? Turn your Bibles to the book of Psalms. സങ്കീർത്തനം 50ന്റെ 4ാമത്തെ വാക്യം. Psalms 50 verse number 4. He will call the heavens above and the earth below that he may judge his people. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ആരുടെ ജനത്തെയാ പാസ്റ്റർ? തന്റെ ജനത്തെ. ആണോ? തന്റെ ജനമല്ലേ? his people na. പാസ്റ്റർ, I am a child of God എന്ന് വലിയ മ്യൂസിക്കിൽ കൈതട്ടി പാടുമ്പോൾ സൂക്ഷിച്ചോണേ. Be careful. ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന് സംഗീതം ഇട്ട് കൈയടിച്ച് പാടുമ്പോൾ സൂക്ഷിക്കണം. The reason I live to worship you എന്ന് ചുമ്മാ പാടുമ്പോൾ സൂക്ഷിച്ചോണം. Be careful. ഞാൻ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കാനാണെന്ന് പറയുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. He will call the heavens above and the earth below to tell who Saji Abraham is.
ഇന്ന ആളാരാണ്, ജോൺ മില്ലർ ആരാണെന്ന് പറയാൻ ആകാശത്തെയും ഭൂമിയെയും കർത്താവ് സാക്ഷ്യം വിളിക്കും. You know what? When I got this verse, Psalm 50 verse 4 കിട്ടി കഴിഞ്ഞപ്പോൾ I went and I said, God, I don't understand anything. Please help me to understand this verse further. ഈ വാക്യം എൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പറഞ്ഞു, കർത്താവേ, എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അത് മനസ്സിലാക്കാൻ ഒരു കൃപ എനിക്ക് തരണം. You will call the heavens above. What will the heaven tell about me? I did nothing in heaven. ആകാശങ്ങളെ വിളിക്കുമ്പോൾ എന്താണ് ആകാശം പറയാൻ പോകുന്നത്? ഞാൻ ആകാശത്തിൽ ഒന്നും ചെയ്തില്ലല്ലോ. The Lord took me straight away to the NASA website. കർത്താവിന്റെ നേരെ നാസ വെബ്സൈറ്റിലേക്ക് എടുത്തുകൊണ്ട്. There is a division called sonic technology or sound technology. അവിടെ ഒരു സോണിക് ടെക്നോളജി അല്ലെങ്കിൽ സൗണ്ട് ടെക്നോളജി എന്ന് പറയുന്ന ഒരു വിഭാഗം. അതിന്റെ അകത്തോട്ട് പോയി ഡീപ് പോയി കഴിയുമ്പോൾ അവിടെ ഒരു പോർഷൻ ഉണ്ട്. സജി എബ്രഹാമിന്റെ ആദ്യം ജനിച്ചപ്പോൾ കരഞ്ഞ ഫസ്റ്റ് വോയിസ് വേണമെങ്കിൽ ഇന്നും they can retrieve and replay it back. സജി എബ്രഹാം ജനിച്ചപ്പോൾ ആദ്യമായി കരഞ്ഞ കരച്ചില് അതിനകത്തുനിന്ന് തിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ സംസാരിച്ച ഓരോ വാക്കും തിരിച്ചെടുക്കാൻ പറ്റും. Amen. If NASA and human technology can do that much, my Savior one call and the entire thing will be replayed back. നാസയ്ക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കർത്താവായ ദൈവത്തിന് എത്ര അധികമാണ്. That is why he will call the heavens above to judge his people. സജി എബ്രഹാമേ, നീ നല്ലപോലെ പ്രസംഗിച്ചു കേട്ടോ. എക്സോഡസിൽ കേൾക്കാൻ രസമുണ്ടായിരുന്നു. നിന്റെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് he will just call the heavens above. അതുകൊണ്ട് തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നത്. അപ്പൊ സജി എബ്രഹാം ഓഫീസിൽ ഒരുത്തനെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ രഹസ്യത്തിൽ ഒരുത്തനോട് ഫോണിൽ കൂടെ വഴക്കിട്ടിട്ട് ഇവിടെ വന്ന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പറയുന്നതാണെങ്കിൽ that phone conversation will come back, brother. ഞാൻ രഹസ്യമായിട്ട് ഫോണിൽ സംഭാഷിക്കുന്ന സകല സംഭാഷണങ്ങളും ഒരു ദിവസം പരസ്യമായി വെളിപ്പെട്ടു വരും. And the earth will tell who Saji Abraham was. ഭൂമി പറയും സജി എബ്രഹാം ഇവൻ ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാന്ന് ഭൂമി പറയും. Whatever he has done, it will tell by the I will earth. show you with proof about that. Numbers chapter 12 verse number 3. The സംഖ്യാ പുസ്തകം, is it? Yeah, Numbers. സംഖ്യാ പുസ്തകം. Numbers chapter 12 verse number 3. സംഖ്യാ പുസ്തകം 12:3 ഞാൻ നിങ്ങൾക്ക് തെളിവുകൾ തരികയാണ്. മോശയെ കുറിച്ച് പറയുന്നത് something about Moses. Yes pastor. Now Moses was മോശ എന്ന പുരുഷന് ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ആണോ പാസ്റ്റർ? അവനല്ലേ ഒരു ഈജിപ്ഷ്യനെ കൊന്നാള്? ആണോ? ആണോ? പിന്നെങ്ങനെ ഇത് വരുന്നത്? How is that possible? എങ്ങനെ ഇത് സാധ്യമായത്? അദ്ദേഹമാണ് ഒരു Moses was he was the most humble, very humble than all the men on the face of the earth. ഭൂമിയിലുള്ള സകല മനുഷ്യരെക്കാളും ഏറ്റവും അതിസൗമ്യനായ മോശ എന്ന് എഴുതി. അങ്ങനെയെങ്കിൽ ഈ ഭൂമി ഒരു ദിവസം സാക്ഷ്യം പറയും മോശയെ പറ്റി, കർത്താവേ എൻ്റെ മേൽ നടന്ന മനുഷ്യരെ കാട്ടിലൊക്കെ ഏറ്റവും സൗമ്യമായവൻ മോശയായിരുന്നു എന്ന് the earth will testify. അങ്ങനെയെങ്കിൽ ഭൂമി ഒരു ദിവസം സാക്ഷ്യം പറയും എൻ്റെ മീതെ നടന്ന മനുഷ്യരിൽ ഏറ്റവും സൗമ്യനായ മനുഷ്യൻ മോശയാണ്. You know, ഞാൻ ദൈവസന്നിധിയിൽ I prayed about this verse. I said, God, I want to understand this. This is a mystery to me. ഞാൻ കർത്താവ് ഇതൊരു മർമ്മമാണ്, എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്കിതൊന്ന് ഗ്രഹിപ്പിച്ചു തരണം. You know, the Lord taught me and said, Saji Abraham, before the burning bush when I called Moses back and he humbled in my presence, I said, remove the sandals from your feet, for the ground you're standing is holy. From that point I erased the past of Moses. It can never be recorded. Glory to God. Hallelujah. കത്തുന്ന മുൾപടർപ്പിന്റെ മുമ്പിൽ ഞാൻ മോശയെ മുളിച്ചു നിർത്തുമ്പോൾ അവൻ എൻ്റെ മുമ്പിൽ താണു വരുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞില്ലേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ ചെരുപ്പ് കാലിൽ നിന്ന് അഴിച്ചു മാറ്റുക. അവൻ എപ്പോൾ ആ ചെരുപ്പ് അഴിച്ചു മാറ്റി എൻ്റെ മുമ്പിൽ താണു വണങ്ങിയോ ആ നിമിഷം തൊട്ട് അവന്റെ കഴിഞ്ഞ കാലത്തെ മുഴുവൻ പാവങ്ങളും ഞാൻ പൂർണ്ണമായി തുടച്ചു. Brothers and sisters, നീ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുമ്പോൾ ഈ ഭൂമി അതിന്റെ നിന്റെ പാസ്റ്റിനെ സാക്ഷി പറയാൻ പറ്റത്തില്ല. Oh hallelujah, receive it today. Since you have been washed by the blood of Jesus, this earth cannot be testify against your sins. That's why the word of God says even your sins are as red as crimson, they shall be white as snow by the blood of Christ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് പാപം രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഹിമം പോലെ ഞാൻ അവനെ വെണ്മയുള്ളവാക്കി തീർക്കും. When you are washed by the blood of Christ, the sky cannot say, the earth cannot say, because the seal of the blood of Christ is already there. നീ യേശുവിന്റെ രക്തത്താൽ Oh, receive it today. Receive it today. Hallelujah. Receive it today. Hallelujah. സാക്ഷ്യം പറയാൻ കഴിയത്തില്ല, കാരണം അവന്റെ രക്തം നിന്റെ പാപങ്ങളെ കഴുകി എന്നേക്കും നിന്നെ നിർമ്മലമാക്കിയിരിക്കുകയാണ്. Brothers and sisters, this is the power of Christian living today. ഇതാണ് Amen. ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിന്റെ ശക്തി.
Christian living is not an ordinary life. ക്രിസ്തീയ Hallelujah. ജീവിതം ഒരു സാധാരണ ജീവിതമല്ല. Satan will come and tell you, no, you did like that, you did like this. Tell in Jesus' name, by the blood of Christ, it's erased. Get out of this place. പിശാച് നിന്നോട് Oh, പറയുന്നു, hallelujah. "അന്നത് Glory ചെയ്തില്ലേ? to God. നീ ഇന്നത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ അവനോട് വിളിച്ചു പറ, യേശുവിന്റെ രക്തം എന്റെ പാപങ്ങളെ കഴുകി ഞാൻ വിശുദ്ധനായി തീർന്നിരിക്കുന്നു. Once you're washed by the blood of Christ, nothing can touch you, brother, sister. ഒരിക്കൽ നിങ്ങൾ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഒന്നിനും പിന്നീട് തൊടാൻ But കഴിയത്തില്ല. then the life that you live, you better be careful at the presence of the Lord. എന്നാൽ അവന് ശേഷം ജീവിക്കുന്ന ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. We have to be submissive in the presence of God. ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പണമുള്ളവരായിരിക്കണം. Personal holiness in our personal life. വ്യക്തിപരമായ ജീവിതത്തിൽ വ്യക്തിപരമായ വിശുദ്ധി നമുക്കുണ്ടാകണം. And you know, Exodus Church, how you should be? നിങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾക്കറിയാമോ? You know the expectation of God about Exodus Church today? എക്സോഡസ് സഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷ എന്താണെന്ന് അറിയാമോ? Let us look at it from the word of God again. Ephesians chapter 5 verse number 27, brother. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിലേക്ക് നമുക്ക് ഓടി വരാം. You got to be a church that is spotless, blemishless, blameless and holy, presentable to God, because for this Christ gave himself up as a sacrifice. Oh, receive that blessing today. Amen. ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടവന് അവൻ അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഓ, സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി. ഞാൻ ചോദിക്കട്ടെ, ശുദ്ധവും നിഷ്കളങ്കവുമായി ഉള്ളവരും എല്ലാവരും എഴുന്നേറ്റ് അങ്ങ് പോയി കളാവോ? Please leave this hall. This is not for you. I'm telling you today, in the white we cannot be playing the fool with the presence of God, my dear brothers and sisters. കിട്ടിയ ജീവിതം തന്ന ശരീരം ആത്മാവൻ ഉത്തരവാദം ഉണ്ടെങ്കിൽ we should not be playing with this word. ദൈവം ഒരു സഭ തന്ന് ആരാധിക്കാൻ Exodus Church and God has ordained this place. You better be holy. This is the church of the living God. Amen. Glory to God. This is the temple of the living God. ദൈവം ആരാധിപ്പാൻ തന്നെങ്കിൽ ഇത് കളിക്കാനുള്ള സ്ഥലമല്ല. ശുദ്ധയും നിഷ്കളങ്കയുമായി ദൈവത്തിന്റെ മുമ്പിൽ തേജസ്സോടെ നിർത്തേണ്ടവന് ദൈവം തന്നിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ദൈവത്തിന്റെ സഭ. You got to be perfect as your heavenly Father is perfect. Hallelujah. നിങ്ങൾ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കും. Brothers and sisters, I'm telling you, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, if we can walk in that holiness and that purity in the presence of God, the kingdom of heaven is in the midst of you. Oh, hallelujah. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അതേ ശുദ്ധിയും നിഷ്കളങ്കതയോടെ Hallelujah. Receive it today. Glory. The power of the presence of God will be inside of you. ദൈവത്തിന്റെ ശക്തി, ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി നിന്റെ അകത്തുണ്ട്. This is the God we serve, brother, sister. ഇതാണ് നാം ആരാധിക്കുന്ന ദൈവം, നാം ശുശ്രൂഷിക്കുന്ന I'm telling you, Exodus Church, ഇന്നു മുതൽ അങ്ങോട്ട് ഒരൊറ്റ ആരാധന പോലും ചടങ്ങനോ പാടാനോ ചുമ്മാ വായിക്കാനോ വരരുത്. I'm telling you, stop that today in Jesus' name. ഇന്നു മുതൽ Oh, hallelujah. Hallelujah. എല്ലാം നിർത്തുക. Hallelujah. Let there be no other church. Let Exodus be the church in Cochin that would give the most unique and the blessed worship, and that he deserves. He is worthy. He is worthy. He is worthy of praise. Oh, hallelujah. കൊച്ചിയിലെ അനേക സഭകളിൽ വെച്ച് എക്സോഡസ് ചർച്ച് കർത്താവിന് യോഗ്യമായ ആരാധന കൊടുക്കുന്ന, നീ വിശുദ്ധൻ 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 എന്ന് കർത്താവിനെ വിശുദ്ധിയിൽ ആരാധിക്കുന്ന ഒരു യുണീക്ക് ചർച്ചായി എക്സോഡസ് ചർച്ച് മാറട്ടെ. Brothers and sisters, we have a role to play in the kingdom today. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവരാജ്യത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ ഒരു നല്ല ഭാഗം ചെയ്തു തീർക്കാനുണ്ട്. വെറുതെ ഇവിടെ വന്ന് ആരാധിച്ചിട്ട് പോയി എന്ന് പറയാൻ, God has not brought you to put an attendance. You will end up answering for that one day. ദൈവം നിങ്ങൾ ഇവിടെ വന്ന് ആരാധിച്ചിട്ട് പോകാൻ ദൈവം അറ്റൻഡൻസ് രജിസ്റ്റർ ഒന്നും ഇവിടെ വെച്ചിട്ടില്ല. ഒരു ദിവസം നിങ്ങൾ ഓരോ അറ്റൻഡൻസിനും ഉത്തരം പറയേണ്ടി വരും. You came into the temple of God as a defiled person. You will answer for that one day. ദൈവത്തിന്റെ മന്ദിരത്തിൽ മലിനമാക്കപ്പെട്ട ഒരു മനുഷ്യനായി വന്ന് നിന്നാൽ ഒരു ദിവസം നീ കർത്താവിന്റെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. You came to the temple of God without being sanctified. You will answer for that one day. ദൈവാലയത്തിൽ വിശുദ്ധീകരിക്കപ്പെടാതെ വന്നാൽ നീ ഒരു ദിവസം മറുപടി പറയേണ്ടി വരും. You did not give the due respect to the presence of God. Oh, the sovereignty of the presence of the Almighty was not there. You did not fall at his feet. You will give answer for it one day. നീ ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ സമർപ്പിക്കുന്നില്ല എങ്കിൽ, പരമാധികാരിയായ ദൈവത്തിന്റെ മുമ്പിൽ നീ ഒന്നുമല്ല എന്ന് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ, ഒരു ദിവസം അവന്റെ മുമ്പിൽ നീ മറുപടി പറയേണ്ടതായിട്ട് വരും. Oh yes, hallelujah. He is an almighty
powerful and a terrible God. അവൻ സർവശക്തനും അധികാരമുള്ളവനും അവൻ ഭയങ്കരനുമായ ദൈവമാണ്. He is a terrible God. Be careful, brother, sister. അവൻ തീഷ്ണതയുള്ള ദൈവമാണ്. Don't play with his presence anymore. അവന്റെ സാന്നിധ്യത്തിൽ ഇനിയും നിങ്ങൾ കളിക്കരുത്. The kingdom of heaven is not party, eating, drinking, enjoyment, picnic, outing, retreat. No, brother, sister, it is falling at the feet of the Lord to worship him. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും ഔട്ടിങ്ങും ടൂറുകളും പോകുന്നത് ഒന്നുമല്ല. അവന്റെ സന്നിധിയിൽ കവണ് വീണ് വിശുദ്ധിയിലും വേർപാടിലും Hallelujah, hallelujah, hallelujah. You know what? Today's churches have decorated LED walls, beautifully decorated choir that sings, somebody who puts a flag and flies around. Oh, lot of entertainment value out there. And you come to church for entertainment because you can't go to a pub. Don't release a church to be a place of abomination as told in the prophecy of Daniel. Brother, sister, be careful. പലപ്പോഴും പല സഭകളെയും കാണുമ്പോൾ അലങ്കരിക്കപ്പെട്ട LED വാളുകളും മറ്റ് ലൈറ്റ് സംവിധാനങ്ങളും മ്യൂസിക്കുകാരുടെ വസ്ത്രധാരണ ഇതെല്ലാം വെച്ചിട്ട് പബ്ബുകളിൽ പോയി എന്റർടൈൻമെന്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് സഭയിൽ വന്ന് എന്റർടൈൻമെന്റ് ചെയ്യുകയാണ്. അത് ദൈവത്തിന്റെ ആലയമല്ല, അത് ദൈവത്തിന്റെ പദ്ധതിയല്ല. ഇത് ദൈവത്തിന്റെ വിശുദ്ധിയോട് in the name of Jesus, hallelujah. True and honest worship in the presence of the Lord comes from your heart, my dear sister. Receive it in the name of Jesus. ആരാധനയും സ്തുതിയും വാസ്തവത്തിൽ നിന്റെ പുറത്ത് നല്ല നിന്റെ അകത്തെ ആന്തരിക സത്യത്തിൽ നിന്ന് ആന്തരിക ഹൃദയത്തിൽ നിന്നുമാണ് ആരാധന പുറത്തു വരുന്നത്. This is the glory that our Apachar receives. Hallelujah. സ്വീകരിക്കുന്ന മഹത്വം അതാണ്. Hallelujah. Hallelujah. This is awesome. Amen. Glory to God. Oh, I know his presence is so powerful today. Amen. Amen. All of you who can feel his powerful presence, give him a big clap of glory in the temple. Let the name of the Lord be exalted today. Hallelujah. Hallelujah. Yes. Yes, glory. പിതാവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ് അപ്പാ.